Lighter to Lighten Marthoma Study Forum. കർത്താവിൽ പ്രിയരെ, ലൈറ്റർ ടു ലൈറ്റൻ മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 208ാമത് തുടർച്ചയായുള്ള ലൈവ് വെബിനാറാണ് ഇപ്പോൾ ഇവിടെ സമാരംഭിക്കുന്നത്. ഇന്ന് കൂടിയിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ മീറ്റിംഗിലെ ഗാനം ആലപിക്കാനായിട്ട് നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബാബു കോടംവേലിൽ സാറിനെയും കുടുംബത്തെയുമാണ്. ബാബു കോടംവേലി സാറിനെ സംബന്ധിച്ച് ഒരു മുഖവരയുടെ ആവശ്യം ഈ ടീമിലില്ല. എന്നാലും പുതിയ ആരെങ്കിലും അദ്ദേഹത്തെ അറിയാത്തവരുണ്ടെങ്കിൽ അദ്ദേഹർക്ക് വേണ്ടി ഞാൻ ഒന്ന് രണ്ട് വാക്ക് പറയാം. പാടാം ഒന്നായി എന്ന ഒരു ജനകീയ ഗാനം കേരളത്തിലെ SCM പ്രസ്ഥാനത്തിലൂടെ ഉയർന്നു വരികയും സന്തോഷ് ജോർജ് ജോസഫ് സാറും ബാബു കോടംവേലി സാറും കൂടെ അവരുടെ ഒരു ടീമായിട്ട്, ഈപ്പൻ മാത്യു സാറെ അങ്ങനെ പലരും കൂടി ഒരു ടീമായിട്ട് ജനകീയ ഗാനങ്ങള് ക്യാമ്പസുകളിലും കേരളം അങ്ങോളം ഇങ്ങോളം അലയടിച്ചതില് അതിന് നേതൃത്വം നൽകി അതിന്റെ വരികൾ രചിച്ച ഒരാളാണ് ബാബു കോടംവേലി സാറ്. അദ്ദേഹം അനവധി ഗാനങ്ങള് അദ്ദേഹം രചിച്ചിട്ടുണ്ട്, ഈണം പകർന്നിട്ടുണ്ട്. അദ്ദേഹം ആലുവയിലെ മോഡൽ റെസിഡൻസ് സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം നേരത്തെ നമ്മുടെ ലൈറ്റർ ടു ലൈറ്റണിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. സംഗീതത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ്. സാറ് ഇപ്പോൾ ഗാനം ആലപിക്കുന്നതായിരിക്കും. സാറിന്റെ കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സിനെ സാറ് പരിചയപ്പെടുത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഗാനം ആലപിക്കാനായിട്ട് സാറിനെയും കുടുംബത്തെയും ക്ഷണിക്കുന്നു. എന്നോടൊപ്പം എൻ്റെ മൂത്ത മകൻ ജീവൻ കൂടെ ചേർന്നാണ് ഈ ഗാനം ആലപിക്കുന്നത്. ശ്രീ സന്തോഷ് ജോർജ് എഴുതി ഗണം നൽകിയ പാട്ടാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കേൾക്കാമോ സാറേ? കേൾക്കാം. അനുപമ സുന്ദര വേള ചൈതന്യധന്യമീ വേള, അനുപമ സുന്ദര വേള ചൈതന്യധന്യമീ വേള, ഉയരട്ടിവിടെ ഈ നവഗാനം ആത്മഹർഷാങ്കിതമാ, ഉയരട്ടിവിടെ ഈ നവഗാനം ആത്മഹർഷാങ്കിതമാ. ഇരുളിന്റെ സേനകളൊന്നടങ്കം നടുങ്ങി വിറയ്ക്കുന്നു കാണുക നാം. ഇരുളിന്റെ സേനകളൊന്നടങ്കം നടുങ്ങി വിറയ്ക്കുന്നു കാണുക നാം. പണിതുയർത്തുവതിനും നടുവതിനും പ്രതിബദ്ധരായി നമുക്ക് മുൻഗമിക്കാം. അനുപമ സുന്ദര വേള ചൈതന്യധന്യമീ വേള, ഇരട്ടിവിടെ ഈ നവഗാനം
ആത്മഹർഷാഗീതമാ ഉയരട്ടി വീടേ ഈ നവഗാനം ആത്മഹർഷാഗീതമാ. യാഗമായി നേദിച്ച ജീവിതങ്ങൾ ജീവനെ നേടുന്നു കാണുക നാം. യാഗമായി നേദിച്ച ജീവിതങ്ങൾ ജീവനെ നേടുന്നു കാണുക നാം. സഹചരെ നമുക്കിനി കുരിശു പോലും ഉയിർപ്പിന്റെ കാവ്യത്തിൻ എഴുത്താണിയ അനുപമ സുന്ദര വേള ചൈതന്യധന്യമീ വേള. ഉയരട്ടി വീടേ ഈ നവഗാനം ആത്മഹർഷാഗീതമായി. ഉയരട്ടി വീടേ ഈ നവഗാനം ആത്മഹർഷാഗീതമായി. താങ്ക് യു സർ. നമ്മളെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ബാബു കോടമ്പേലി സാറിനെ തന്നെയാണ്. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് ബാബു കോടമ്പേലി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, ഈ കൂട്ടായ്മയുടെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ നിന്നോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പാട്ടുകളുടെ മുൻപിൽ ഞങ്ങൾ കൂടി വന്നിരിക്കുന്നു കർത്താവേ. ചരിത്രത്തിലാകെ സംഗീതത്താൽ നീ ഞങ്ങളെ നിറച്ചതിനാൽ സ്തോത്രം. സംഗീതത്തിലൂടെ നടക്കുന്ന സാക്ഷ്യ നിർവഹണത്തിനായി സ്തോത്രം. അനേകം പാട്ടുകളിലൂടെ ജനഹൃദയങ്ങളെ സ്വാധീനിച്ച് പരന്നൊഴുകിയിരിക്കുന്ന സംഗീതത്തെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ക്രൈസ്തവ ഗാനരചയിതാക്കളെയും ഈണം നൽകുന്നവരെയും ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നവരെയും ഒക്കെ ഞങ്ങൾ ഈ അവസരം ഓർക്കുന്നു. അനേകം പാട്ടുകൾ മനുഷ്യർക്ക് രൂപാന്തരം നൽകിയിട്ടുള്ള അനേക മധുര ഗാനങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഇനിയും കൂടുതൽ പാട്ടുകൾ ഉണ്ടാകുവാൻ, നിന്റെ വയൽ പ്രദേശത്ത് കാഹളം പോലെ ഗാനങ്ങൾ മുഴങ്ങുവാൻ പുതിയ എഴുത്തുകാരെ, സംഗീതജ്ഞരെ, ഗായകരെ ഒക്കെ നീ സൃഷ്ടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന ഈ കൂട്ടായ്മയിലേക്ക് നിന്റെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ. ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് പുതിയ പാട്ടുകൾ തന്നാലും ഈ വൈകുന്നേരത്തെ ഈ സന്ധ്യയെ നീ ധന്യമാക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണമേ. ആമേൻ. കർത്താവിൽ പ്രിയരെ, ലൈറ്റഡ് ടു ലൈറ്റൺ മർത്തോമ സ്റ്റഡി ഫോറത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഗാനം ആലപിച്ചും പ്രാർത്ഥിച്ചും നമ്മളെ സഹായിച്ച ബാബു കോടമ്പേലി സാറിനോടും അദ്ദേഹത്തിന്റെ മകനോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. അവര് എനിക്ക് നേരത്തെ പരിചയമുണ്ട്, വളരെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. ഗാനത്തിന് വേണ്ടിയും ഈ ഗാനങ്ങൾ രചിക്കുവാനും ട്യൂൺ ചെയ്യുവാനും അത് നല്ല രീതിയിൽ അവതരിപ്പിക്കാനും വലിയ താല്പര്യം എടുക്കുന്ന ഒരു കുടുംബമാണ്. പ്രത്യേകിച്ചായിട്ട് അഭിനന്ദിക്കുന്നു. ഇന്നത്തെ ഈ യോഗത്തിന്റെ മുഖ്യ മോഡറേറ്ററായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛനെയാണ്. അച്ഛനെ സംബന്ധിച്ച് ഈ കൂട്ടായ്മയുടെ തുടക്കം ഒന്നാമത്തെ വെബിനാറിൽ അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ്. അന്ന് മുതൽ നമ്മളുമായിട്ട് ഏറ്റവും സഹകരിച്ച് അച്ഛനെ ഏതെങ്കിലും സാഹചര്യത്തിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അച്ഛൻ പങ്കെടുത്തിരിക്കും. അങ്ങനെ നമ്മുടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സമാപന പ്രാർത്ഥന ചെയ്ത വ്യക്തി രാജു അഞ്ചേരി അച്ഛനായിരിക്കും. നമ്മളെ ചില സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നവരുടെ നെറ്റില്ലാതെ
നെറ്റ് കിട്ടാതെ അവർ പുറത്തായി പോകും. ആ സമയത്തൊക്കെ രാജവഞ്ചേരി അച്ഛനെയാണ് പെട്ടെന്ന് ഞങ്ങളെ ഒരു റിക്വസ്റ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ധൈര്യമായിട്ട് റിക്വസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒന്ന് രണ്ട് പേരൊക്കെ ഉള്ളു ഈ ഗ്രൂപ്പില് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലായി ഉടനെ പ്രാർത്ഥിക്കുന്നത്. ഏതായാലും അച്ഛനെ പരിചയപ്പെടുത്തുന്ന വലിയ സന്തോഷമുണ്ട്. അച്ഛൻ മർത്തോമ സഭയിലെ ഒരു സീനിയർ പട്ടക്കാരനാണ്. മർത്തോമ സഭാ കൗൺസിൽ അംഗം, വൈദിക സെലക്ഷൻ ബോർഡ്, മർത്തോമ സഭയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രംഗങ്ങളിലും അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അച്ഛൻ നല്ല തീഷ്ണമായ നവീകരണ ദർശനമുള്ള ഒരു അച്ഛനാണ്. വളരെ യങ്ങായിരുന്നപ്പം തൊട്ട് എനിക്ക് യുവൻ സഖ്യത്തിൽ കൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. കോട്ടയത്ത് മന്ദിരം ത്തിലൊക്കെ അച്ഛൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലം തൊട്ട് എനിക്ക് ആ ബന്ധമുണ്ട്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അച്ഛൻ ഒരു ഏറ്റവും പുരോഗമന ചിന്താഗതിയുള്ള നവീകരണ ദർശനമുള്ള മർത്തോമാ സഭയിലെ ഒരു പട്ടക്കാരനാണ്. അച്ഛനെ ഇന്ന് ഈ ഗാനങ്ങളുടെ തുടക്കം കുറിക്കുന്ന ഈ വെബിനാറിൽ നമ്മളെ ഇനി ഒരു രചയിതാക്കളെ പരിചയപ്പെടുത്തുന്ന ഒരു ഉദ്യമമാണ്. അടുത്ത ഒരു സെഷനിൽ മാത്രം നേരത്തെ വിളിച്ച മറ്റൊരു വിഷയമുണ്ട്. അത് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഇന്ന് വിൽസൺ ചേന്നനാട്ടിൽ സാറാണ്. അത് കഴിഞ്ഞിട്ട് 27-ാം തീയതി പ്രൊഫസർ കോശി തലയ്ക്കൽ സാർ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നൈനാമുന്നവേലി സാറ്, സാജനച്ഛന്, അങ്ങനെ അനവധി ആൾക്കാർ നമ്മളോട് സഹകരിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവരൊക്കെ ഓരോ തുടർച്ചയായിട്ട് വരും. ഇന്നത്തെ യോഗത്തിന്റെ മുഖ്യ മോഡറേറ്ററായിട്ട് ബഹുമാനപ്പെട്ട രാജു അഞ്ചുവേരി അച്ഛനെ ഹാർദമായി ക്ഷണിച്ചുകൊള്ളുന്നു. അച്ഛൻ ഇനിയും നിയന്ത്രിക്കുന്നതായിരിക്കും. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, അച്ഛന്മാരെ, പ്രിയപ്പെട്ട വിൽസൺ, നമ്മുടെ ലൈറ്റ് ടു ലൈറ്റൺ ഗ്രൂപ്പിന്റെ 208ാമത് വെബിനാറ് ഇന്ന് നടക്കുകയാണ്. ക്രൈസ്തവ ഗാന ചക്രവാളം എന്ന് പറയുന്ന പുതിയ ഒരു പരമ്പരയാണ് ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. നിരവധി പാട്ട് എഴുത്തുകാർ സ്വന്തം ജീവിതാനുഭവങ്ങളും ആ പാട്ടുണ്ടായ സാഹചര്യങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു സംരംഭമായിരിക്കും ഈ ഗാന ചക്രവാളത്തിലൂടെ നമുക്ക് ലഭ്യമാണ്. അതിൻ്റെ ആദ്യത്തെ ദിവസം വിൽസൺ ചേന്നനാട്ടിലാണ് അത് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു ഗാന രചയിതാവാണ്. 300-ലധികം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സംഗീതജ്ഞനാണ്. അദ്ദേഹം ഒരു സംഗീത സംവിധായകനാണ്. 1000-ഓളം സംഗീതങ്ങൾക്ക് സംവിധാനം ചെയ്തിട്ടുണ്ട്. ഓർക്കസ്ട്രേറ്റ് ആണ്. 1978 മുതൽ 46 വർഷങ്ങളായിട്ട് അദ്ദേഹം ഗാനങ്ങൾ എഴുതുകയും ഈ ഫീൽഡിൽ നിലനിൽക്കുകയും ചെയ്തു. മുളക്കുഴ സെന്റ് തോമസ് മാർത്തോമ ചർച്ചിലെ കൊയറിലൂടെയാണ് സി വിൽസൺ ഈ രംഗത്തേക്ക് വന്നത്. കൊയറിലെ പാട്ടുകളും അദ്ദേഹം എഴുതിയ പാട്ടുകൾ അവർ പാടിയും പരിശീലിച്ചും ആ രംഗത്തെ മുന്നേറുകയായിരുന്നു. അദ്ദേഹം കുറച്ചു കാലം വില്ലേജ് ഓഫീസറായി ശുശ്രൂഷ ചെയ്തിരുന്നു, 80 മുതൽ 90 വരെ. പിന്നെ സൗദി അറേബ്യയിൽ 5-6 വർഷങ്ങൾ പ്രവർത്തിച്ചിരുന്നു. പിന്നെ തിരിച്ചു വന്ന് വിൽസൺ കോറസ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി ഗാന ശുശ്രൂഷയോടെ നിർവഹിച്ചുകൊണ്ട് ഇരിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളും ഈ പാട്ടിനോട് ബന്ധപ്പെട്ട അതിൻ്റെ രചനയ്ക്കുള്ള പ്രചോദനങ്ങളും എല്ലാം അദ്ദേഹം നമ്മുടെ ചർച്ചകളിൽ പങ്കുവയ്ക്കും. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ ലിസ്റ്റ് തന്നെ വിൽസൺ നേരത്തെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഗാനങ്ങളിലെല്ലാം പ്രതിഫലിക്കുന്ന ദൈവശാസ്ത്ര ചിന്തകളോടൊക്കെ നമുക്ക് പൂർണ്ണമായി യോജിപ്പുണ്ടായിരിക്കാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്ക് കേൾക്കുകയും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ശ്രീ വിൽസനെ വളരെ സ്നേഹത്തോടെ തൻ്റെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ദൈവത്തിന് മഹത്വം.
ദൈവ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും മാനവരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരം കാൽവരിയിൽ ഉളവാക്കിയ ശേഷം സ്വർഗാദി സ്വർഗങ്ങളിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹാർദവമായ ക്രൈസ്തവ സ്നേഹ വന്ദനം ആദ്യമായി അറിയിക്കുന്നു. ലൈറ്റഡ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 208ാമത്തെ സൂം മീറ്റിംഗാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഈ കഴിഞ്ഞ 207 മീറ്റിങ്ങുകളിലും വിവിധ സബ്ജക്റ്റുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പല പ്രഗത്ഭന്മാരും സംസാരിക്കുകയും തങ്ങളുടേതായ അറിവുകൾ ഇവിടെ പകരുകയും ചെയ്ത ഒരു വേദിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ക്രൈസ്തവ ഗാന ചക്രവാളമെന്ന ദി ഹൊറൈസൺ ഓഫ് ക്രിസ്ത്യൻ മ്യൂസിക് എന്ന ഈ പരമ്പരയ്ക്ക് എനിക്ക് ലഭിച്ച ക്ഷണത്തിന് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. എന്നെ ക്ഷണിച്ച പ്രിയ വിൽസൺ കരിമ്പിനെ സാറ് എന്നോട് പ്രത്യേക എൻ്റെ നന്ദി വന്ദനവും ആദ്യം തന്നെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഇതിലേക്ക് ആദ്യം ഒരു ഇൻഫർമേഷൻ തന്ന എൻ്റെ ചെങ്ങന്നൂർ സ്വദേശിയനായ ബെൻസി അകമറ്റം, അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ക്രിസ്തീയ ഗാനങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ അറിയുന്നു, വിശ്വസിക്കുന്നു, അനുഭവിക്കുന്നു. ദൈവം ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ വരദാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദാനമാണ് ഈ മ്യൂസിക്, സംഗീതം. ദൈവം സംഗീതം ഇഷ്ടപ്പെട്ടു, ആസ്വദിച്ചതുകൊണ്ട് ദൈവം ശിഷ്യന്മാരെ, ദൂതന്മാരെ തന്നെ സൃഷ്ടിച്ചു. അവർ സംഗീത ഉപകരണങ്ങൾ വായിക്കാനും പാടാനും എല്ലാം ഉള്ള അവകാശങ്ങൾ അവർക്ക് കൊടുത്തു. എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. ലോകത്തെവിടെ പോയിരുന്നാലും സംഗീതത്തിൻ്റെ പ്രാധാന്യം ഏറ്റവും ശ്രേഷ്ഠമാണ്. മറ്റ് ഏത് കലകളെക്കാളും, ഏത് സുകുമാര കലകളെക്കാളും ഏറ്റവും ശ്രേഷ്ഠം സംഗീതം തന്നെയാണ്. ലോകത്ത് നാം എന്തെല്ലാം കാര്യം ചെയ്താലും അവിടെ എല്ലാം സംഗീതമുണ്ട്. ടി വിയിൽ ആദ്യം സംഗീതമാണ് കേൾക്കുന്നത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ. ഇലക്ട്രോണിക് ഡിവൈസസുകളെല്ലാം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു മ്യൂസിക്കാണ് കേൾക്കുന്നത്. മൊബൈൽ ഫോൺ ഉൾപ്പെടെ, കമ്പ്യൂട്ടർ ഉൾപ്പെടെ ആദ്യം ഒരു മ്യൂസിക്കാണ്. ഒരു ടൈറ്റിൽ മ്യൂസിക് എല്ലാത്തിനുമുണ്ട്. ആ സംഗീതത്തിൽ എല്ലാവരും അട്രാക്റ്റ് ചെയ്യും. ഒരു അട്രാക്ഷനാണ്. ക്രൈസ്തവ സംഗീതത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. ദൈവത്തിൻ്റെ വരദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. അത് അർത്ഥവത്താണ്, ആത്മാവുള്ളതാണ്, നിലനിൽക്കുന്നതാണ്, ആശ്വാസം നൽകുന്നതാണ്, പ്രത്യാശ തരുന്നതാണ്, നിത്യതയോളം നിലനിൽക്കുന്നതാണ് ക്രിസ്തീയ സംഗീതമെന്ന് നാം അറിയുന്നു. ദൈവം സംഗീതം ഇഷ്ടപ്പെടുന്നു എന്ന് പറയാനൊരു തെളിവ് കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ലോക രക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂവിൽ ജാതനായപ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് മാലാഖമാർ പാടുകയായിരുന്നു. ഇനിയും ദൈവവചനം പ്രഘോഷിക്കുന്നത് പോലെ ഈ ഭൂമി വിട്ട് നിത്യതയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, നാം എത്തിച്ചേരുമ്പോൾ അവിടെ സംഗീതം മാത്രമാണ് ഉള്ളത്. അവിടെ സംഗീതത്തിനാണ് പ്രാധാന്യം. അവിടെ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുന്നുവെന്ന് നാം വചനത്തിൽ വായിക്കുന്നുണ്ട്.
ഇവിടെ എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. എൻ്റെ പ്രൊഫൈലെല്ലാം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചതിൽ എനിക്ക് പ്രത്യേക നന്ദിയുണ്ട്. കഴിഞ്ഞ 47 വർഷമായിട്ട് കർത്താവിൻ്റെ ഈ മഹത്വമുള്ള ശുശ്രൂഷ, ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ സംഗീതം, അതിൻ്റെ ഒരു ഭാഗത്തിൽ അതൊരു സാഗരമാണെങ്കിൽ അതിൻ്റെ ഒരു മണൽത്തരിയായി തീരുവാൻ എനിക്ക് സാധിച്ചതുകൊണ്ട് ഞാൻ ആദ്യം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഞാനൊരു സംഗീത ഉപകരണ വിദ്വാനായിരുന്നു. പ്രൊഫഷണൽ നാടകവേദി, ഗാനമേള, ഇങ്ങനെയുള്ള കലാരൂപങ്ങൾക്ക് ഗിറ്റാർ, ഹാർമോണിയം തുടങ്ങിയ വയലിൻ തുടങ്ങിയ സംഗീത ഉപകരണങ്ങൾ വായിച്ചാണ് ഞാൻ കലാലോകത്തേക്ക് കടന്നു വരുന്നത്. എന്നാൽ 1977 ഞാനൊരു മ്യൂസിക് പ്രോഗ്രാം ക്രിസ്ത്യൻ മ്യൂസിക് പ്രോഗ്രാം കേട്ടുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ മ്യൂസിക്കിലേക്ക് ഞാൻ ആകർഷിക്കപ്പെട്ടത്. അതിനുശേഷം പല ഗാനങ്ങൾ എഴുതുവാൻ ദൈവം ഇടയാക്കി തീർത്തു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, ഉണർവിൻ വരനിലേപ്പാൻ സിയോൻ യാത്രയതിൽ, കഷ്ടങ്ങൾ സാരമില്ല, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, മധ്യാകാശത്തിക്കൽ മണിപ്പന്തലിൽ, കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ, സിയോൻ യാത്രയിൽ തുടങ്ങിയ 300-ലധികം ഗാനങ്ങൾ ഞാൻ രചിച്ചിട്ടുള്ള നിങ്ങളൊക്കെ ഏറ്റുപാടിയതുകൊണ്ട് അതിന് വളരെ പ്രചാരം കിട്ടിയതിനാൽ ഞാൻ എല്ലാവരോടും നന്ദിയും സ്നേഹവും കടപ്പാടുമുള്ളവനായിരിക്കുന്നു. ഞാൻ 1981 രചിച്ച ഒരു ഗാനം പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഞാനിപ്പോൾ പാടുമ്പോൾ ട്രാക്ക് യൂസ് ചെയ്താണ് പാടുന്നത്. കീബോർഡ് വായിച്ച് പാടുന്നതിനേക്കാൾ കുറച്ചുകൂടെ എനിക്ക് ഫ്രീഡം തോന്നുന്നത് ട്രാക്ക് ഇട്ട് പാടുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ടെക്നിക്കൽ കാര്യങ്ങളിലൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടായാൽ സദ്യം ക്ഷമിക്കണമെന്ന് പറയുന്നു, അപേക്ഷിക്കുന്നു. മ്യൂസിക് കേൾക്കാമോ? കേൾക്കാം. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്ക് ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ സ്തോത്രഗാനത്തിൻ്റെ ഈരടികൾ ഞാൻ ഏറ്റുപാടും. യേശുവേ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ.
നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീയെന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീയെന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ, നിന്റെ സ്നേഹം എത്ര നാൾ ഞാൻ തള്ളി നീക്കി. അന്ന് ഞാൻ അന്യനായിരുന്നു, അനാഥനായിരുന്നു. ഇന്നോ ഞാൻ ധന്യനായി. ദൈവമേ, നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ, നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായ നാഥനായി, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായ നാഥനായി, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, 1981 ഈ ഗാനം ഞാൻ രചിച്ചത്. അന്ന് ഞാൻ കോടുകുളഞ്ഞിയിലുള്ള എൻ്റെ വീടിൻ്റെ അടുത്ത ചെങ്ങന്നൂരിനടുത്തുള്ള സ്ഥലമാണ് കോടുകുളഞ്ഞി. അവിടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മ്യൂസിക് ഡയറക്ടറായിട്ടാണ് എൻ്റെ ജോലി. അവിടെ ഒരു ബൈബിൾ കോളേജുണ്ട്, ഒരു സെക്കുലർ കോളേജുണ്ട്. ഏകദേശം 300ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ പാട്ടുപാടാൻ താല്പര്യമുള്ളവരെ സംഗീതം അഭ്യസിപ്പിക്കണം, സംഗീത ഉപകരണങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവരെ അത് പഠിപ്പിക്കണം. ഇതൊക്കെയായിരുന്നു എന്നെ നിക്ഷിപ്തമായിരുന്ന ആ ജോലി. അവിടെ എല്ലാ ആഴ്ചയിലും 2 ഗോസ്പിൾ മീറ്റിംഗ് നടക്കാറുണ്ടായിരുന്നു. ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമായിരുന്നു. ഡോക്ടർ CT എബ്രഹാം എന്നുപേരുള്ള ഒരു ദൈവഭക്തനാണ് അത് സ്ഥാപിച്ചത്. അവിടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഈ പാട്ട് ഞാൻ എഴുതുന്നത്. ആ സമയത്ത് തന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഡോക്ടർ ജോർജ് തരകൻ എന്ന പേരുള്ള ഒരു ദൈവഭക്തൻ താമസിച്ചിരുന്നു. ജോർജ് തരകൻ സാറിൻ്റെ മകനായ രാജു തരകൻ എന്ന പേരുള്ള ഒരു മോനുണ്ടായിരുന്നു, മൂത്ത മകൻ. അദ്ദേഹത്തെ ഞാൻ ഗിറ്റാർ പഠിപ്പിക്കാനായിട്ട് ആ വീട്ടിൽ ചെല്ലുമായിരുന്നു. അങ്ങനെ ഗിറ്റാർ പഠിപ്പിക്കാനായിട്ട് ഒരു ദിവസം ചെന്നപ്പോൾ മോൻ പുറത്തേക്ക് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ ആ മോൻ്റെ റൂമിലിരുന്ന് മോനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ അദ്ദേഹത്തെ ഗിറ്റാർ അവിടെ ഉണ്ട്. ആ ഗിറ്റാർ ഞാനെടുത്ത് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മേജർ 3/4 റിതം ഇങ്ങനെ ഒരു ലക്ഷ്യമില്ലാതെ വായിക്കുകയാണ്. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഈ കോറസ് ആദ്യം ലഭിക്കുന്നത്. യേശുവേ എൻ്റെ ദൈവമേ, നീ എനിക്ക് സകലത്തിനും മതിയായവനെന്ന ഈ വരികൾ എനിക്ക് ലഭിക്കുന്നത്. ആ സമയത്തെല്ലാം ഏകദേശം 1 മാസക്കാലമായിട്ട് എനിക്ക് മാനസികമായിട്ട് അല്പം ക്ലേശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആകുല ചിന്തയുടെ ഒരു അടിത്തട്ടിലായിരുന്നു ആ 1 മാസത്തോളം. ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയൊക്കെ എന്നെ ഭരിച്ചിരുന്നു. എന്നാൽ ഈ പാട്ട് ഞാൻ 4 വരി അവിടെ വെച്ച് പാടി. ഞാൻ അന്ന് വീട്ടിൽ
ചെന്നപ്പോൾ ഈ പാട്ടിൻ്റെ ബാക്കി വരികളും കൂടെ ഞാൻ എഴുതുകയാണ് ഉണ്ടായത്. സ്റ്റാൻസാസ് എഴുതി അവസാനമാണ് നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു എന്നുള്ള പല്ലവി തയ്യാറാക്കിയത്. കാരണം യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൽ വന്ന ആ സന്തോഷം രുചിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു അതിന് തൊട്ട് മുൻപുണ്ടായിരുന്നത്. എന്നാൽ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ വന്നപ്പോഴാണ് എനിക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങൾ നേരിടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. ഈ പാട്ട് ആദ്യമായിട്ട് ഞാൻ കൊടുകുളഞ്ഞ സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ 2 ഗോസ്പൽ മീറ്റിംഗ് നടക്കുന്നു ഞാൻ പറഞ്ഞുവല്ലോ. ഒരു ദിവസം ഈ പുതിയ പാട്ട് ഞാൻ അവിടെ പാടുകയുണ്ടായി. അവിടെ മീറ്റിങ്സിനെല്ലാം പാട്ടുകൾ പാടും. പാട്ട് അന്നത്തെ ഒരു ആളുകളെ ആകർഷിക്കാനുള്ള ഒരു പ്രധാന ഒരു വിഷയമായിരുന്നു. അതിനു മുമ്പൊക്കെ ഞാൻ കേൾക്കുന്ന പാട്ടുകളൊക്കെ നല്ല പാട്ടുകളൊക്കെ പഠിച്ച് പാടുമായിരുന്നു. അന്ന് ഈ പുതിയ പാട്ട് ഞാൻ പാടിയപ്പോൾ എല്ലാവർക്കും പാട്ട് മനോഹരമാണല്ലോ എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതെവിടെ നിന്നാണ് ഈ പാട്ട് എങ്ങനെ കിട്ടിയെന്നുള്ള ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുകയുണ്ടായി. അവരോട് പ്രത്യേകിച്ച് മറുപടിയൊന്നും ഞാൻ പറഞ്ഞില്ല. എന്നാൽ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, പാട്ട് നല്ലതാണ്, പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ സാഹചര്യത്തിന് ഈ പാട്ട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സാഹചര്യത്തിൻ്റെ ഗൗരവം ഞാനും ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഇനി 1 മാസം കൂടെ ഉള്ളൂ നിങ്ങൾക്കിവിടെ ജോലി എന്ന് ഞാൻ ഉൾപ്പെടെ 50 പേർക്ക് അതിൻ്റെ മാനേജ്മെൻറ്റ് നോട്ടീസ് തന്നിരിക്കുന്ന സമയത്താണ് ഈ പാട്ട് ഞാൻ എഴുതിയത്. അതാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, ഇപ്പോൾ നമ്മുടെ സാഹചര്യത്തിന് യോജിക്കുന്നില്ല. യേശു സകലത്തിനും മതിയായവനാണെങ്കിൽ നമ്മുടെ ജോലി എങ്ങനെ നഷ്ടപ്പെടും? അദ്ദേഹത്തിന് പെട്ടെന്ന് അത്രമാത്രമേ ചിന്തിക്കാൻ സാധിച്ചുള്ളൂ. ആ പ്രിയ സുഹൃത്തിനോട് എനിക്കുടനെ മറുപടി ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിയ പാട്ടാണ്, എനിക്കതിൽ കൂടുതലൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അന്ന് ഞങ്ങൾ പിരിയുകയുണ്ടായി. രാത്രി 9 മണി കഴിഞ്ഞ് കോടുകുളഞ്ഞി എന്ന സ്ഥലത്ത് വന്നപ്പോൾ എനിക്ക് ചെങ്ങന്നൂരേക്ക് പോകാൻ വാഹന ക്രമീകരണങ്ങളൊന്നുമില്ല. അന്ന് ബസ് സാധാരണ കിട്ടുക പതിവാണ്, പക്ഷേ 9 മണി കഴിഞ്ഞാൽ കോടുകുളഞ്ഞിയിൽ നിന്നും ചെങ്ങന്നൂരിലേക്ക് ബസ് കിട്ടാൻ പ്രയാസമാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഞാൻ നടന്നു പോകാറുണ്ട്. 8 കിലോമീറ്ററോളം ഉണ്ട്. അന്ന് ബസ് വെയിറ്റ് ചെയ്യാൻ നിന്നില്ല, നടന്നു പോയേക്കാം എന്ന് കരുതി ഞാൻ നടന്നു. കൂടുകുളഞ്ഞിൽ നിന്ന് ചെങ്ങന്നൂർ വരെ ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് നടന്നു. ഒറ്റയ്ക്ക് 10 മണിയോളം സമയമായി ഞാൻ നടക്കുകയാണ്. ആ സമയത്തല്ല എൻ്റെ മനസ്സിൻ്റെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയം ഞാൻ ചിന്തിച്ചുകൊണ്ടാണ്. ആരും എനിക്ക് കൂട്ടിനില്ല. ഒറ്റയ്ക്ക് പോകുമ്പോഴെല്ലാം ചിന്തിക്കുന്നതാണ്, ഈ മാസം കൂടെ കഴിഞ്ഞാൽ പിന്നെ ജോലി നഷ്ടപ്പെടും, പിന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം എങ്ങനെയായി തീരും. ഇത് ചിന്തിച്ചുകൊണ്ടാണ് രാത്രിയിൽ നടന്നു പോകുന്നത്. ഞാൻ ഏകദേശം 1 മണിക്കൂറോളം സമയമെടുത്തു എൻ്റെ വീട്ടിൽ വന്നപ്പോൾ മാതാവ് പറഞ്ഞു, മോനെ കഴിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ആഹാരം എടുത്തു. ഞാൻ കഴിച്ചു തുടങ്ങിയപ്പോൾ കഴിയാറായപ്പോൾ എൻ്റെ മാതാവ് പറഞ്ഞു, മോനെ ഒരു എഴുത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ എഴുത്ത് എന്താണെന്ന്, ലെറ്റർ എന്താണെന്ന് നോക്കിയപ്പോൾ ഒരു ബ്രൗൺ പേപ്പർ കവറാണ്. പെട്ടെന്ന് ഞാൻ എടുത്ത് എൻ്റെ പുറമെ നോക്കിയപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഓഫീസിൽ നിന്ന് വന്ന ഒരു കത്താണെന്ന് എനിക്കത് പുറമേ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ വേഗം ഞാനത് പൊട്ടിച്ചു. നോക്കിയപ്പോൾ എനിക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ LD ക്ലർക്കായിട്ടുള്ള ജോലിക്കുള്ള അപ്പോയിൻമെൻറ്റ് ഓർഡർ ആയിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ദൈവത്തിൻ്റെ മഹത്വം, സ്തോത്രം. എനിക്കപ്പോൾ മനസ്സിലായി, എന്നെ അറിയുന്നൊരു കർത്താവുണ്ട്, എൻ്റെ ആവശ്യങ്ങൾ ഞാൻ അറിയുന്നതിലുപരിയായിട്ട് അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നുള്ള ഉത്തമമായ ബോധ്യം എനിക്ക് ലഭിച്ചു. ദൈവത്തിന് മഹത്വം. ഞാൻ വളരെ സന്തോഷത്തോടെ കത്ത് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഒരു വാതിലടയുമ്പോൾ പുതിയൊരു വാതിൽ തുറക്കുന്നവനാണ് യേശു ക്രിസ്തു എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ചറിഞ്ഞു. ഞാൻ വിചാരിക്കുന്നു, ഈ ഗാനം ഞാൻ രചിക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കണം
എനിക്കുള്ള അപ്പോയിൻമെൻ്റ് ഓർഡർ ആ ഓഫീസിൽ നിന്ന് ഡെസ്പാച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വാതിലടഞ്ഞാൽ മറ്റൊരു പുതിയ വഴി തുറക്കുന്നവനാണ് നമ്മുടെ യേശു. ആ ദൈവത്തിൽ വിശ്വസിച്ചാൽ അവൻ്റെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കും. സ്തോത്രം. ഞാൻ ആ എഴുതിയ പാട്ടിൻ്റെ അർത്ഥങ്ങളെല്ലാം അന്വർത്ഥമായി തീർന്നു. എൻ്റെ ജീവിതത്തിന് അനുഭവവേദ്യമായി തീർന്നു. ഇന്നലെ എന്ന പോലെ ആ സംഭവം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. 44 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമായി തീർന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്കൊരിക്കലും വിട്ടുമാറാനൊക്കാത്ത, ഒരിക്കലും പിന്നോട്ട് തിരിഞ്ഞു നോക്കാനാകാത്ത രീതിയിൽ, ദൈവസ്നേഹത്തിൽ ഒരിക്കലും സംശയിക്കാൻ ഇടവരാത്ത രീതിയിൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത വലിയ കരുതലിനായി ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പാട്ട് അനേക പ്രിയപ്പെട്ടവർ പാടിയിട്ടുണ്ട്. ഇൻ്റർനെറ്റിൽ നിന്ദാനം ഞാൻ ടൈപ്പ് ചെയ്ത ഏകദേശം 200-ൽ അധികം പോസ്റ്റിങ്ങുകൾ, അപ്ലോഡിങ്സ് കാണാൻ സാധിക്കും. വിവിധ ശബ്ദങ്ങൾ, മെയിൽ വോയിസസ്, ഫീമെയിൽ വോയിസസ്, ഗ്രൂപ്പ്, കോൺഗ്രിഗേഷൻ, അങ്ങനെ വിവിധ നിലകൾ, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്, വിവിധ നിലകളിലുള്ള പോസ്റ്റിങ്ങുകൾ കാണാൻ സാധിക്കും. വിവിധ ലാംഗ്വേജിൽ പാടിയിരിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ദൈവത്തിന് എല്ലാ മഹത്വവും ഞാൻ കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഗാനം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. നിങ്ങൾ ഭൂരിപക്ഷം ആളുകൾ ഇത് പാടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ മഹനീയ സാന്നിധ്യം നമ്മളിൽ ഇറങ്ങി വരട്ടെ. ഇത് പാടുമ്പോഴൊക്കെയും ഇന്നലെ എന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ ആർദ്രത, അവൻ്റെ സ്നേഹം, അവൻ്റെ പരിപാലനം, അവൻ്റെ കരുതൽ എല്ലാം എനിക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാനൊരു സംഗീതജ്ഞനായിട്ട്, ഇൻസ്ട്രുമെൻ്റ് കലാകാരനായിട്ട് ഒരു 5 വർഷത്തോളം ഈ സംഗീത ഗ്രൂപ്പുകളുടെ കൂടെ പോവുകയുണ്ടായി. പ്രൊഫഷണൽ നാടകങ്ങളിൽ കേരള പീപ്പിൾസ് തിയേറ്റേഴ്സ്, കൊല്ലം ഉപാസന തിയേറ്റേഴ്സ് തുടങ്ങിയ പ്രൊഫഷണൽ നാടകവേദിക്കൊക്കെ ഞാൻ ഗിറ്റാർ പ്ലേ ചെയ്യാനായിട്ട് പോകുമായിരുന്നു. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോകുന്നത്. പകൽ കോളേജിൽ പോകും, രാത്രിയിൽ ഈ മ്യൂസിക് പ്രോഗ്രാമിന് ഗിറ്റാർ പ്ലേ ചെയ്യാനായിട്ട് ഇങ്ങനെ പോകുക പതിവായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ കോടുകുളം എന്ന സ്ഥലത്ത്, ഞാനിപ്പോൾ പ്രസ്താവിച്ച സ്ഥലത്ത്, ഒരു നാടക പ്രോഗ്രാമിന് ഗിറ്റാർ പ്ലേ ചെയ്യാനായിട്ട് എന്നെ ഒരു ആൾ വിളിക്കുകയുണ്ടായി. ബാക്കി സംഗീതോപകരണങ്ങളെല്ലാം അവിടെയുണ്ട്. ഗിറ്റാർ, ഇലക്ട്രിക് ഗിറ്റാർ വായിക്കണം. അന്ന് 47 വർഷത്തിന് മുമ്പ്, അന്നൊക്കെ ഇലക്ട്രിക് ഗിറ്റാറൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അന്ന് വലിയ ഹരമായിരുന്നു. അങ്ങനെ ഞാൻ ഗിറ്റാർ വായിക്കാൻ അവിടെ ചെന്നപ്പോൾ ആ നാടക പ്രോഗ്രാമിന് തൊട്ട് മുമ്പ് അവിടെ ഒരു മ്യൂസിക് പ്രോഗ്രാമായിരുന്നു. അത് വെറും മ്യൂസിക് പ്രോഗ്രാമല്ല, ക്രിസ്ത്യൻ മ്യൂസിക് പ്രോഗ്രാം. ക്രിസ്തീയ പാട്ടുകൾ മാത്രം പാടുന്ന ഒരു ഗായക സംഘം അവിടെ ഒരു ശുശ്രൂഷ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ അവിടെ ചെന്ന് ആ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ എൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കുവാനിടയായി തീർന്നു. വളരെ മനോഹരമായ പ്രോഗ്രാമാണ്. നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ അറിയാമായിരിക്കും. രാജാക്കന്മാരുടെ രാജാവേ, നിൻ്റെ രാജ്യം വരണമെന്നുള്ള പാട്ട്, ഇരുൾ മൂടിയ ഇടവഴികൾ തുടങ്ങിയ മലയാള ക്രൈസ്തവ ഗാനങ്ങളുടെ ആദ്യ കാലഘട്ടത്തിൽ അതിശ്രേഷ്ഠമായ ഗാനങ്ങൾ രചിച്ച് സംഗീതം നൽകിയ ശ്രീമാൻ കോട്ടയം ജോയി എന്ന പേരുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് ആ പ്രോഗ്രാം ലീഡ് ചെയ്തത്. ഇതിലൂടെ ഗായകരും സംഗീതജ്ഞന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. സാം ആറാട്ടുപുഴ എന്നു പേരുള്ള, അതായത് ഇപ്പോൾ എറണാകുളത്ത് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉള്ള സാം ജി ആറാട്ടുപുഴ തുടങ്ങിയ പാട്ടുകാർ അതിലെ അന്നത്തെ ഗായകരായിരുന്നു. വളരെ മനോഹരമായ, എൻ്റെ ജീവിതത്തിൽ അന്ന് ആ സമയത്തൊക്കെ കേട്ടിട്ടുള്ളതിനും ഏറ്റവും മനോഹരമായൊരു മ്യൂസിക് പ്രോഗ്രാമായിരുന്നു അത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്രിസ്തീയ ഗാനങ്ങൾക്ക് ഇത്രയും സ്വാധീനമുണ്ടെന്നും ഇത്രയും മനോഹരമാണെന്നും
അതിങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നു എന്ന് ഞാൻ അന്നാണ് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. അതിനു മുമ്പൊക്കെ ക്രിസ്തീയ പാട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായിട്ട് പാടുന്നൊന്നും കേൾക്കാൻ ഇട വന്നിട്ടില്ല. ഉണ്ട്, പള്ളിയിലൊക്കെ കൊയറുണ്ട്, അത് പ്രാക്ടീസ് ചെയ്ത് പാടും. എന്നാൽ ഇതങ്ങനെയല്ലായിരുന്നു. വളരെ പ്രൊഫഷണലായ കലാകാരന്മാരാണ് അവതരിപ്പിക്കുന്നത്. അവർ പാടുന്ന പാട്ടുകളും അർത്ഥവത്താണ്, സംഗീതം ഉണ്ട്, ടെക്നോളജി ഉണ്ട്. വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അതുമാത്രമല്ല, അന്നത്തെ ആ പ്രോഗ്രാമിൽ യേശുക്രിസ്തുവിനെ സംഗീതത്തിലൂടെ അവിടെ വരച്ച് കാണിക്കുകയുണ്ടായി. യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള അവതാരം, അവൻ്റെ സ്നേഹം, കരുതൽ, വിശ്വസ്തത, പരിപാലനം, വീണ്ടും വരവ് എല്ലാം അന്നവിടെ ഓരോ ഗാനങ്ങൾ പാടുമ്പോൾ അതിനു മുമ്പേ നറേഷൻസ് പറഞ്ഞാണ് ആ പാട്ടുകളൊക്കെ പാടിയത്. ഞാൻ അന്ന് വരെ അങ്ങനെ ഒരു പ്രോഗ്രാം കേട്ടിട്ടില്ല. ഈ പ്രോഗ്രാമിലെ കലാകാരന്മാരിൽ പലരും എനിക്ക് പരിചയമുള്ളവരുണ്ട്. അവരൊക്കെ സെക്കുലറിൽ ഞങ്ങൾ ഒരുമിച്ച് വായിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരായിരുന്നു. ആ പ്രോഗ്രാം കഴിച്ചപ്പോൾ ഞാൻ അവരെ പരിചയപ്പെടാനായിട്ട് അടുത്ത് ചെന്നപ്പോൾ അവരെല്ലാം എന്നെ ഹാർദവമായിട്ട് ഈ മ്യൂസിക് ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. വിൽസൺ, ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാം ചെയ്യാം. ഇത്രയും നാളും നമ്മൾ സെക്കുലറായിട്ട് ഒത്തിരി പ്രോഗ്രാം ചെയ്തു, ലോകത്തിന് വേണ്ടി ഒത്തിരി വായിച്ചു, പാടി. എന്നാൽ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് എന്നോട് ആഹ്വാനം ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പിലേക്ക് അട്രാക്റ്റ് ചെയ്യുവാൻ ഇടയായിത്തീർന്നതും അങ്ങനെ ആ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തു. ദൈവത്തിൻ്റെ മഹത്വം. അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് 2-2.5 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ ഈ കോട്ടയം ജോയി എന്ന് പറയുന്ന മുതിർന്ന സംഗീതജ്ഞന്മാർ പലരും അവിടെ നിന്ന് പോയി. അതിൻ്റെ ഡയറക്ടറായ ഡോക്ടർ CT എബ്രഹാം പിന്നെ ആ മ്യൂസിക് ഗ്രൂപ്പിൻ്റെ ചുമതല എന്നെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നോട് പറഞ്ഞു, വിൽസൺ വേണം ഈ ഗ്രൂപ്പ് ഇനിയും മുൻപോട്ട് കൊണ്ടുപോകാൻ. പരസ്യയോഗങ്ങളെ, കൺവെൻഷനുകളെ, ഇതുപോലത്തെ മ്യൂസിക് പ്രോഗ്രാമിലെല്ലാം നടത്തുവാൻ എനിക്ക് ഇടയായിത്തീർന്നു. അന്ന് അതിൻ്റെ ഡയറക്ടറായ ഡോക്ടർ CT എബ്രഹാം നിത്യതയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഈ ഗാനരചനയ്ക്ക് മുഖാന്തരമാക്കി തീർത്തത് എന്നെ. അദ്ദേഹം പറഞ്ഞു, വിൽസൺ, നമുക്ക് നമ്മുടേതായ സ്വന്തമായ ഗാനങ്ങൾ ഉണ്ടാക്കണം, നമ്മൾ തന്നെ ഗാനങ്ങൾ രചിക്കണം, നമ്മൾ തന്നെ അതിന് മ്യൂസിക് കൊടുക്കണം, ഓർക്കസ്ട്ര കൊടുക്കണം, അത് റെക്കോർഡ് ചെയ്യണം, കസറ്റുകളായിട്ട് അത് പുറത്തിറക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആശയം അദ്ദേഹം എന്നോട് പറഞ്ഞു. എനിക്ക് വലിയൊരു പ്രചോദനമായി തീർന്നു. അദ്ദേഹം പറഞ്ഞു, വിൽസൺ, നോക്കിയാൽ പാട്ടുകൾ എഴുതാൻ പറ്റും, അത് സംഗീതം ചെയ്യാൻ പറ്റുമെന്ന് എന്നെ ധൈര്യപ്പെടുത്തി. അങ്ങനെയാണ് ഞാൻ പാട്ട് എഴുതാൻ തുടങ്ങിയത്. 1978 ബൈബിളിലെ 63-ാം സങ്കീർത്തനത്തെ ആധാരമാക്കി, ദൈവമേ നീ എൻ്റെ ദൈവം, ദിനവും ഞാൻ നിന്നെ വാഴ്ത്തും, ഉദയത്തിലും അസ്തമയത്തിലും ഉണർവോടെ നിന്നെ സ്തുതിക്കുമെന്നൊരു പാട്ട് എഴുതി ഡോക്ടർ CT എബ്രഹാമിൻ്റെ മുൻപിൽ ഒരു മീറ്റിങ്ങിൽ ഞാൻ പാടി. അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ എഴുതിയ പാട്ടാണെന്ന്. അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചു. അവിടെ ഇരുന്ന ഏകദേശം 300 പേർ കൂടിയ കോൺഗ്രേഷനിൽ എനിക്ക് വളരെ പ്രചോദനമായി തീർന്നു, പ്രോത്സാഹനമായി തീർന്നു. പിന്നീട് പല ഗാനങ്ങളും എഴുതി. പിന്നെയാണ് നിന്ദാനം ഞാൻ അനുഭവിച്ചു എഴുതിയത്. ഈ നിന്ദാനം ഞാൻ അനുഭവിച്ചു എന്നുള്ള പാട്ട് അന്നത്തെ കാലത്ത് ചെങ്ങന്നൂർ താലൂക്കിൽ പല പള്ളികളിലും ഞാൻ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. പാട്ടുകൾ, പുതിയ പുതിയ പാട്ടുകൾ പഠിപ്പിക്കാൻ. ഏറ്റവും കൂടുതൽ ഞാൻ പാട്ട് പഠിപ്പിച്ചിട്ടുള്ളത് മുളക്കഴ സെയിൻറ്റ് തോമസ് ഇടവകയിലാണ്. അവിടെയുള്ള നല്ല ഒരു കൊയറുണ്ടായിരുന്നു. ഏകദേശം 30-ഓളം കുട്ടികൾ വളരെ മനോഹരമായിട്ട് പാടുന്നവരുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി പുതിയ പാട്ടുകൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പള്ളിയിലിരുന്ന് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഈ നിന്ദാനം ഞാൻ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. 1982 നിന്ദാനം ഞാൻ പുത്തൻകാവ് മതിലകം മർത്തോമ പള്ളിയിലെ കൊയറിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് അവിടുത്തെ ഇടവക വികാരിയായിരുന്ന റവറൻഡ് ഏബ്രഹാം ലിങ്കൺ അച്ഛൻ കൊയർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ ഏറ്റവും പിന്നിലെ ചെയറിൽ വന്നിരുന്നുകൊണ്ട് ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുക. അവിടെ മനോഹരമായിട്ട് പാടുന്നൊരു കൊയറുണ്ടായിരുന്നു. പാട്ട് തീർന്ന ഉടൻ തന്നെ അച്ഛൻ എഴുന്നേറ്റ് 2 കൈയും അടിച്ചുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു.
പെട്ടെന്ന് അവിടെ നടന്ന് കൊയറിൻ്റെ അടുത്ത് വന്നു. ഞാനാണല്ലോ പാട്ട് പഠിപ്പിക്കുന്നത്. എന്നോട് ചോദിച്ചു, മോനെ ഈ പാട്ട് എവിടെ നിന്ന് കിട്ടിയാണെന്ന് ചോദിച്ചു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ എഴുതിയ പാട്ടാണ്. അച്ഛൻ പറഞ്ഞു, റിയലി ഗുഡ്, മോൻ എഴുതിയ പാട്ടാണോ എന്ന്? വളരെ മനോഹരമായിരിക്കുന്നു. ഇത് നമുക്ക് അടുത്ത കൊല്ലം മാരാമൺ കൺവെൻഷൻ്റെ സെലക്ഷന് വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പുത്തൻകാവ് മതിലകം മാർത്തോമ പള്ളിയിലെ കോയർ പാടിയാണ് ആ പാട്ട് ഞാൻ മാരാമണിന് വേണ്ടി സബ്മിറ്റ് ചെയ്തത്. 82-ൽ അത് 83-ലെ മാരാമൺ കൺവെൻഷന് സെലക്ട് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഏകദേശം 30ഓളം ഗാനങ്ങൾ ഇന്നേ വരെ എൻ്റെ പാട്ടുകൾ DSM സെലക്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കു പറഞ്ഞാൽ എൻ്റെ ഗാനരചനയുടെ പ്രോത്സാഹനത്തിന്, വ്യാപ്തിക്ക് എനിക്ക് പ്രചോദനമായി തീർന്നിട്ടുള്ള DSMC-യാണ്. ഞാൻ എന്നും അത് ഓർക്കുന്നു, എന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ അടുത്ത ഒരു പാട്ടിലേക്ക് കിടക്കുവാൻ ആഗ്രഹിക്കുന്നു. രണ്ടായിരത്തി പുറത്തു വന്ന കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ്റെ ഘനമോർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ഓഡിയോ കേൾക്കാമോ? കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. മ്യൂസിക്കില്ല, ഓർക്കസ്ട്ര ഇല്ല. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയാമണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയാമണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. മണവാളൻ വരും വനമേഘത്തിൽ, മയങ്ങാൻ ഇനിയും സമയമില്ല. മധ്യാകാശത്തിങ്കൽ മകൾ ദിനത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും. മണവാളൻ വരും വനമേഘത്തിൽ, മയങ്ങാൻ ഇനിയും സമയമില്ല. മധ്യാകാശത്തിങ്കൽ മകൾ ദിനത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ക്ഷമിക്കണം, എൻ്റെ ഓഡിയോയ്ക്ക് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്.
അതുകൊണ്ട് ഞാൻ ആ പാട്ട് അത് അവിടെ ഇത്രയും നിർത്തുകയാണ്. ദൈവത്തിന് മഹത്വം. 2001 ഈ പാട്ട് ഞാൻ രചിച്ചത്. ഞാൻ താമസിക്കുന്നത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൻ്റെ അടുത്ത് ആഞ്ഞിലിമൂട് ജംഗ്ഷൻ, ഒരു ജംഗ്ഷനുണ്ട് മാവേലിക്കരയ്ക്ക് തിരിയുന്ന. അറിയാവുന്നത് ചിലപ്പോൾ സൂമിലുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. അവിടെ നിന്ന് ഞാൻ എൻ്റെ വൈഫും ഞാനും എൻ്റെ അനുജൻ്റെ മകനുമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ മുൻപിലെ റോഡ് അല്പം പണി നടക്കുകയാണ്. എനിക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് MC റോഡിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് കയറി ക്രിസ്ത്യൻ കോളേജിൻ്റെ ഉയർന്ന മല കയറി ചുറ്റിക്കറങ്ങി ഇറങ്ങി വരുമ്പോൾ എൻ്റെ വാഹനത്തിൻ്റെ ബ്രേക്ക് ഫെയിലിയറായിപ്പോയി. പ്രിയപ്പെട്ടവരെ, വാഹനം എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വണ്ണം എൻ്റെ കൺട്രോളിൽ നിന്ന് പോയി. ഏകദേശം 60 അടിയോളം താഴ്ച ഇറങ്ങി ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ പിന്നീട് ഒരു 90 ഡിഗ്രിയാണ് തിരിയേണ്ടത്. എനിക്ക് വെട്ടിത്തിരിയാൻ സാധിച്ചില്ല. തിരിഞ്ഞപ്പോൾ ഞാൻ സഞ്ചരിച്ചിരുന്ന വാഹനം 3 കരണം മറിഞ്ഞ് തൊട്ടു താഴെയുള്ള ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ, അവരുടെ മുറ്റത്ത് 4 വീലും മുകളിലെന്ന വണ്ണം തകർന്ന തരിപ്പണമായിട്ട് വീഴുകയുണ്ടായി. ഒരു ജീപ്പായിരുന്നു അത്. ഞാൻ സൗണ്ട് സിസ്റ്റമിൻ്റെ സംഗീത പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നതിന് വേണ്ടി കൂടെ ആ ജീപ്പിൻ്റെ മുകൾ ഭാഗം ഞാൻ എക്സ്ട്രാ പൈപ്പുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പൈപ്പിൻ്റെ ബലത്തിൽ 4 വീല് മുകളിലെന്നവണ്ണം മറിഞ്ഞു കിടക്കുന്ന ആ ജീപ്പിൻ്റെ അകത്ത് മരണത്തിന് ഏൽപ്പിക്കപ്പെടാതെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ക്ഷേമമായിട്ട് ഭദ്രമായി എന്നെ, എൻ്റെ ഭാര്യയും അനുജൻ്റെ മകനെയും സൂക്ഷിച്ചു. ഞാൻ പെട്ടെന്ന് പൊട്ടിയ ചില്ലിനിടയിലൂടെ പുറത്തിറങ്ങി. ഞാൻ നോക്കുമ്പോൾ വൈഫ് ജീപ്പിനകത്താണ്. അവൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ വണ്ണം കിടക്കുകയാണ്. എങ്കിലും ഞാൻ ആ പൊട്ടിയ ഡോർ തുറക്കാൻ മേലാതെ വണ്ണം അടഞ്ഞ് ജാമായിരിക്കുകയാണ്. അവളെ അതിൽ നിന്ന് ഞാൻ വലിച്ച് പുറത്തെടുത്തു. ആ സമയം അനുജൻ്റെ മകൻ പുറകിലാണിരുന്ന ജീപ്പിൻ്റെ. അവന് യാതൊരു അപകടവും അനർത്ഥവും ഉണ്ടാകാതെ അവൻ രക്ഷപ്പെട്ട് പുറത്തിറങ്ങി. വൈഫ് പറഞ്ഞു, നെറ്റിക്ക് അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ നോക്കുമ്പോൾ രക്തം ധാരധാരയായി ഒഴുകുന്നുണ്ട്. എനിക്ക് രക്തം കാണുമ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. എൻ്റെ വൈഫിന് നേരെ മറിച്ചാണ്. അവളൊരു സ്റ്റാഫ് നേഴ്സാണ്. അവൾ പറഞ്ഞു, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ട് മറ്റൊരു ഓട്ടോറിക്ഷ എൻ്റെ ബാക്കിൽ വരുന്നുണ്ടായിരുന്നു. ആ ഓട്ടോറിക്ഷയിൽ കയറി ഉടൻ തന്നെ അവിടെ അടുത്ത് 2 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള മുളക്കുഴ സെഞ്ച്വറി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു. അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഏകദേശം 18 സ്റ്റിച്ചസ് അവളുടെ തലയിൽ നെറ്റിക്ക് ഉണ്ടായി, ഫോർചേഡിൽ. അത് വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൽ ചെന്ന് തലയിടിച്ചതാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് 18 സ്റ്റിച്ചസ് എടുത്തു. അവിടെ ചില ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഭവനത്തിലേക്ക് മടങ്ങി ഡിസ്ചാർജായി. പിന്നീട് ചില ദിവസങ്ങൾ കഴിഞ്ഞ് സ്റ്റിച്ചസ് എല്ലാം റിമൂവ് ചെയ്തു. എന്നാൽ അത് കഴിഞ്ഞപ്പോഴാണ് ആ അനർത്ഥത്തിൻ്റെ ആഘാതം എന്താണെന്ന് മനസ്സിലായത്. നെറ്റി ചെന്ന് തല ചെന്ന് ഈ ഡാഷ്ബോർഡിൽ ഇടിച്ചപ്പോൾ കഴുത്ത് സ്റ്റിഫായിപ്പോയി. കഴുത്ത് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിക്കാൻ മേലാതെ വണ്ണം ഒരവസ്ഥയിലേക്ക് അവൾ ആയിത്തീർന്നു. ദൈവത്തിന് മഹത്വം. ഏകദേശം 1.5 വർഷത്തോളം ആ അവസ്ഥയിൽ ഭവനത്തിലായിരുന്നു.
എനിക്ക് 2 ആൺമക്കളായിരുന്നു. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കാര്യങ്ങൾ നോക്കണം. എനിക്ക് ഈ പ്രോഗ്രാമിന് പല സ്ഥലങ്ങളിൽ പോകണം. അപ്പോഴെല്ലാം എൻ്റെ കാര്യങ്ങൾ നോക്കണം. അവൾ വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ മിനിസ്ട്രിയിൽ സഹകരിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. എന്നാൽ ഈ 1.5 വർഷം ഈ അനർത്ഥമുണ്ടായപ്പോൾ ആകെ തളർന്നുപോയി. ശരീരത്ത് ബെഡിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിലും ആരുടെയെങ്കിലും സഹായം വേണം, കിടക്കണമെങ്കിലും താങ്ങി പിടിക്കണം. അങ്ങനെ വളരെ ക്ലേശം സഹിച്ചു. അവള് പ്രാർത്ഥനയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഇട്ടിരിക്കുന്ന ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ്. അല്ല, അവളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചപ്പോൾ അവൾ വളരെയധികം വിഷമിച്ചു. അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കേട്ടു. കർത്താവേ, എനിക്കൊരു സൗഖ്യം തരണമേ, എനിക്ക് പ്രാർത്ഥിക്കാനോ എനിക്ക് യാത്ര ചെയ്യാനോ ആരാധനയ്ക്ക് പോകാനോ സാധിക്കുന്നില്ല. കർത്താവേ, നീ ഒരു അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, എന്നാൽ ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കെ എനിക്ക് വളരെ ദൂരെ ഒരു തൃശ്ശൂർ ഭാഗത്ത് ഒരു കൺവെൻഷന് പോയി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ മടങ്ങി വരികയുള്ളൂ. 2 ഫിസിയോതെറാപ്പിസ്റ്റുകൾ മാറി മാറി കഴുത്ത് തിരുമി. മാലക്കരയിലുള്ള തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു ആളും വൈദ്യനും റാന്നിയിലുള്ള ഒരു വൈദ്യനും മാറി മാറി ചികിത്സിച്ചെങ്കിലും ഇതിന് ഭേദം വന്നില്ല. പിന്നീട് ദൈവഭക്തർ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇതൊരു അനർത്ഥം മാത്രമല്ല, ഇതൊരു പോരാട്ടമാണ്. ഇതിനെ അതിജീവിക്കണമെങ്കിൽ ശക്തിയോടെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളോട് പറയുകയുണ്ടായി. ഞങ്ങൾ പിന്നെ പ്രാർത്ഥനയിൽ ആശ്രയിക്കുവാൻ ഇടയായിത്തീർന്നു. ഫിസിയോതെറാപ്പിക്ക് വേണ്ടി പിന്നെ സ്പെൻഡ് ചെയ്യാനും ബുദ്ധിമുട്ടായിത്തീർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനം അവസാനിപ്പിച്ചു. ഞാൻ തന്നെ തിരുമുന്ന ജോലി ഏറ്റെടുത്തു. എല്ലാ ദിവസവും അവിടെ കഴുത്ത് തിരുമ്മിയിട്ട് വേണമായിരുന്നു എനിക്ക് ജോലിക്കാര്യങ്ങളിലേക്ക് പോകാൻ. ദൈവത്തിന് മഹത്വം. ഒരു ദിവസം ഞാൻ ഈ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് അവളോട് ചോദിച്ചു, എനിക്കിങ്ങനെ പ്രോഗ്രാമിന് പോകണം, ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ മടങ്ങി വരികയുള്ളൂ, എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? അവൾ മറുപടി പറഞ്ഞു, എന്നെ ഓർത്ത് വിഷമിക്കേണ്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്നെന്നോട് പറയുകയുണ്ടായി. ഇത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം മാത്രമേ ഉള്ളൂ. അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യഖനം കിട്ടുവാൻ ഹേതുവാകുന്നുവെന്ന് എന്നെ ആശ്വസിപ്പിച്ചു. അവൾ വളരെ പ്രാർത്ഥിക്കുന്നൊരു സഹോദരിയാണ്, ദൈവവചനം വായിക്കുന്ന സഹോദരിയാണ്, വിശ്വാസത്തിൽ അടിയുറച്ച ഒരു വ്യക്തിത്വമാണ്. പ്രിയപ്പെട്ടവരെ, അവരുടെ ആ വാക്ക് കേട്ടാണ് ഞാൻ അന്ന് ആ പ്രോഗ്രാമിന് പോയി. ആ സമയത്തെല്ലാം എന്നെ മാനസികമായിട്ട് വളരെ തളർത്തിയിരുന്നു. എന്നാൽ മടങ്ങി വരുന്ന സമയത്ത് ഞാനൊരു ഗാനം രചിച്ചുകൊണ്ടാണ് വന്നത്. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ്റെ ഘനമോർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള ഈ കഷ്ടങ്ങൾ സാരമില്ല എന്ന്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യഗണങ്ങളോട് പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. യോഹന്നാന്റെ സുവിശേഷം 16:33 കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ അഗ്രഗണ്യനായിരുന്ന വിശുദ്ധ പൗലോസ്ലീഹ റോമാലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, 8:18, നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നുണ്ട്. ദൈവത്തിന് മഹത്വം. ആ ഗാനം മാരാമൺ കൺവെൻഷനിലൂടെ വളരെ പ്രചാരം കിട്ടി. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് എനിക്ക്
UAE പോകാനുമായിട്ട് 2002 ആദ്യമായിട്ട് എനിക്കൊരവസരമുണ്ടായി. UAE ഞാൻ പോയാൽ 1 മാസത്തിലധികം 2 മാസത്തിലധികം അവിടെ നിൽക്കേണ്ടി വരുമല്ലോ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിത്തീരുമെന്നുള്ള ആശങ്ക എനിക്കുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു അവസരം വന്നിട്ടുണ്ട്, എനിക്ക് വിസ വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ധൈര്യമായി പോയിക്കൊള്ളുക, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ UAE ചെന്ന പല സ്ഥലങ്ങളിലും ഈ പാട്ട് പാടി സാക്ഷ്യങ്ങൾ പറഞ്ഞു. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലയച്ച ദൈവമാണെന്നും ഞങ്ങളെ അനർത്ഥത്തിൽ നിന്ന് വിടുവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ദുബൈയിൽ ചെന്ന് കഴിഞ്ഞ് എൻ്റെ മസ്കറ്റിലുള്ള എൻ്റെ ഒരു പ്രിയ സ്നേഹിതനുണ്ട്, ജോൺ ഡേവിഡ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്, നന്നായി പാട്ട് പാടുന്നൊരു സ്നേഹിതനാണ്. അദ്ദേഹം എൻ്റെ കൂടെ സംഗീത ശുശ്രൂഷയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ദുബായിൽ വരെ വന്നിട്ട് മസ്കറ്റിലും കൂടെ വന്നിട്ട് പോകണമേ, വിസയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാമെന്ന് എന്നോട് അറിയിച്ചു. അങ്ങനെ ഞാൻ പ്രിയ ജോൺ ഡേവിഡ് എനിക്ക് വിസ ക്രമീകരിച്ച് ഞാൻ മസ്കറ്റിൽ എത്തിച്ചേർന്നു. അവിടെ റൂവി എന്ന സ്ഥലത്ത് റൂവി ഓഡിറ്റോറിയത്തിൽ ഒരു മ്യൂസിക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ മ്യൂസിക് പ്രോഗ്രാമിൽ ഞാൻ പല പാട്ടുകൾ പാടി. ഈ പാട്ട് പാടി, കഷ്ടങ്ങൾ സാരമില്ല പാടി, ഇതിൻ്റെ സാക്ഷ്യങ്ങൾ പ്രസ്താവിച്ചു. 2002 ഓഗസ്റ്റ് 14 വൈകിട്ട് വെള്ളിയാഴ്ചയായിരുന്നു. അന്ന് ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു. എല്ലാ ഫ്രൈഡേയിലുമാണ് ഞാൻ ഫോൺ ചെയ്യുന്നത്. വീട്ടിലേക്ക് വിളിച്ചപ്പോൾ എൻ്റെ ഭാര്യ ഉച്ചത്തിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുകയുണ്ടായി. ഞാൻ ചോദിച്ചു, എന്താ ഇത്ര ഉച്ചത്തിൽ ഹല്ലേലൂയ പറയും, ഇതുവരെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അവൾ മറുപടി പറഞ്ഞു, എൻ്റെ കഴുത്ത് സൗഖ്യമായി, ഞാനിന്ന് കൈയടിച്ചു പാടി ദൈവത്തിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കഴുത്ത് സൗഖ്യമായി, പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് അവൾ പറഞ്ഞു. ദൈവത്തിനെ മഹത്വം. യഹോവ റാഫ, സൗഖ്യത്തിൻ്റെ ദൈവമെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഗാനം അനേകർക്ക് ആശ്വാസമായി തീർന്ന്, വിടുതലായി, ധൈര്യമായി, പ്രത്യാശയായി തീർന്നുകൊണ്ട് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. പാട്ട് നല്ലതാണ്, പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ പാട്ടിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുമ്പോൾ കഷ്ടമെന്ന കഠിന ശോധനയിലൂടെ കടന്നുപോയവരോട് ചോദിച്ചാൽ അവർ പറയും ഇതിൻ്റെ തീവ്രത എന്താണെന്ന്. ദൈവത്തിന് മഹത്വം. അത് ക്ഷേമമായിട്ട് പോറ്റിപ്പുലർത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾക്കുണ്ടായ ഒരു അനർത്ഥം ഒരു ഗാനം രചിക്കുവാൻ മുഖാന്തരമായി തീർന്നുകൊണ്ട് ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു ഗാനത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തിരുവല്ലയ്ക്ക് അടുത്ത്, അവിടെ നിന്നൊരു 10 കിലോമീറ്ററോളം കോഴഞ്ചേരി റൂട്ടിൽ ഇരവിവേരൂർ എന്നൊരു സ്ഥലമുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം. ഇരവിവേരൂർ സെൻറ്റ് ജോൺസ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ 1984 ഒരു ക്രൂസൈഡ് നടക്കുമ്പോൾ ഞാൻ അവിടെ മ്യൂസിക് ചെയ്യുകയാണ്. ഞാൻ നയിക്കുന്ന ഒരു മ്യൂസിക് ടീമാണ് അന്നവിടെ പാടിക്കൊണ്ടിരുന്നത്. ഹോളി ബീറ്റ്സ് എന്നായിരുന്നു എൻ്റെ പേര്. അവിടെ ഒത്തിരി ആളുകൾ കൂടിയിട്ടുണ്ട്, വളരെയധികം ആളുകൾ. അന്നത്തെ കാലത്തൊക്കെ 40 വർഷത്തിന് മുമ്പാണ്. അന്നൊക്കെ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ സഭാവ്യത്യാസമില്ലാതെ വളരെയും ഒത്തിരി ആളുകൾ കൂടുന്ന സമയമാണ്. അന്ന് ഇവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ സംഘാടകരിൽ ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, ഒരു സഹോദരിക്ക് ഒരു പാട്ട് പാടണമെന്നുള്ള ആവശ്യമായി എന്നെ സമീപിച്ചു, അവസരം കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തരാം, കുഴപ്പമില്ല, ആളിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പാട്ട് പാടി ഒരു പാട്ട് കഴിഞ്ഞപ്പോൾ 2 പ്രിയപ്പെട്ടവർ ഒരു സഹോദരിയെ 2 കൈയിലും പിടിച്ച് 2 വശത്തുനിന്ന് പിടിച്ച് സ്റ്റെപ്പ് ചവിട്ടി സ്റ്റേജിലോട്ട് കയറി വരുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഒരു കറുത്ത കണ്ണട ധരിച്ചിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് മനസ്സിലായി കാഴ്ചയില്ലാത്ത സഹോദരിയാണല്ലോ എന്ന്. ഞാൻ കീബോർഡ് വായിച്ചുകൊണ്ടാണ് അവിടെ പാടിക്കൊണ്ടിരുന്നത്. ഞാൻ വളരെ വേഗം കീബോർഡിൻ്റെ അടുത്ത് നിന്ന് മാറിയ സഹോദരിയുടെ അടുത്ത് നടന്നു എന്നിട്ട് ചോദിച്ചു, ഏത് പാട്ടാണ് പാടുന്നത്, ശ്രുതി ഇട്ട് കൊടുക്കാനായിട്ട്. അവൾ മറുപടി പറഞ്ഞു, ഒരു പുതിയ പാട്ടാണ്, എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു, അറിയാമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ മറുപടി പറഞ്ഞു, അതറിയാം, അത് മാത്രമല്ല ആ പാട്ട് എഴുതി ട്യൂൺ ചെയ്ത ആളാണ് ഞാനാണ് ഓർഗൻ വായിക്കുന്നത് പറഞ്ഞു. അവളെ ധൈര്യപ്പെടുത്തി. ആ കുട്ടി വളരെ മനോഹരമായിട്ട് ആ പാട്ട് പാടി. 83 മാരാമൺ കൺവെൻഷനിലൂടെയാണ് ആ പാട്ട് പുറത്തു വരുന്നത്. 84 ഈ കാര്യം നടക്കുന്നത്. അതുകൊണ്ടാണ് അവൾ പറഞ്ഞൊരു പുതിയ പാട്ടാണെന്ന്. വളരെ മനോഹരമായിട്ട്, അന്ന് വരെ ആ പാട്ട് അത്രയും മനോഹരമായി പാടുന്നത് ആരും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെ ഒന്ന് പരിചയപ്പെടണമെന്ന ആഗ്രഹമായിട്ട് ഞാൻ ആ സംഘാടകരെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹം നേരത്തെ പോയെന്ന് പറഞ്ഞു. അവിടെ വെച്ച് പരിചയപ്പെടാൻ സാധിച്ചില്ല. പിന്നെ മറ്റ് പല സ്ഥലങ്ങളിലും കാഴ്ചയില്ലാത്തവർ പാടിയ സമയത്തൊക്കെ ഞാൻ പരിചയപ്പെടാൻ ചെന്നിട്ടുണ്ട്, അവരാരും അല്ല എന്ന് പറഞ്ഞു. 14 വർഷങ്ങൾക്ക് ശേഷം തിരുവല്ലയിൽ നടന്ന ഒരു മ്യൂസിക് പ്രോഗ്രാമിൽ ഇതുപോലെ തന്നെ വലിയൊരു പ്രോഗ്രാമായിരുന്നു. അവിടെ ഈ പാട്ട് പാടുന്നതിന് മുൻപായി ഞാൻ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് പാട്ട് പാടിയത്. പ്രോഗ്രാമെല്ലാം കഴിഞ്ഞു. വളരെ നല്ല പ്രോഗ്രാമായിരുന്നു. എൻ്റെ വളരെ പ്രിയപ്പെട്ടവർ എന്നെ സമീപിച്ചു, എന്നെ പരിചയപ്പെടുകയും ഫോൺ നമ്പർ വാങ്ങിക്കുകയും ചെയ്തു. ആളുകളൊക്കെ കടന്നുപോയി. എന്നാൽ അവസാനമായിട്ട് കടന്നു വന്ന ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, അന്ന് രവി പേരൂർ എല്ലാം നന്മയ്ക്കായി പാടിയ സഹോദരിയെക്കുറിച്ച് പറഞ്ഞല്ലോ, ആ ആളിനെ പിന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കണ്ടിട്ടില്ല. ആ ബ്രദർ പറഞ്ഞു, കണ്ടാൽ അറിയുമായിരിക്കുമോ? ഒരു പക്ഷേ അറിയുമായിരിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം കൈ ചൂണ്ടി കാണിച്ചു, നോക്കൂ, ഈ നിൽക്കുന്ന സിസ്റ്ററാണോ എന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ തിരുവല്ല ഷാരോൺ ഓഡിറ്റോറിയത്തിൻ്റെ ആ കട്ടളപ്പടിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് സഹോദരി നിൽക്കുന്നു. കറുത്ത കണ്ണട ധരിച്ചിട്ടുണ്ട്. 14 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ രവിവേരൂർ കണ്ട സിസ്റ്റർ ആലീസ് എന്നാണ് ഞാൻ പരിചയപ്പെടുന്നത്. പത്തനംതിട്ടയിൽ മെഴുവേലി സ്വദേശിനിയാണ്. മ്യൂസിക്കിൽ MA ബിരുദാനന്തര ബിരുദം എടുത്തതിന് ശേഷം സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, ഞാൻ ഈ പറഞ്ഞതെല്ലാം കേട്ടായിരുന്നോ, സത്യമാണോ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, എന്നെക്കുറിച്ചാണ് പറയാൻ തുടങ്ങുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ എഴുന്നേറ്റുന്നത് ഞാനാണെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന എവിടെയാണെന്ന് എനിക്കറിയില്ല, ശബ്ദം മാത്രമേ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാനവിടെ കുനിഞ്ഞിരിക്കുകയായിരുന്നു പറഞ്ഞു. എൻ്റെ അടുത്ത ചോദ്യം ചോദിച്ചു, ഈ പാട്ട് എൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടാണോ സിസ്റ്റർ പാടിയത്? സാധാരണ നമ്മുടെ കുട്ടികളോടൊക്കെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അവരർത്ഥമൊന്നും ശ്രദ്ധിക്കുകയില്ല. അവരതിൻ്റെ സംഗീതത്തിൻ്റെ ആസ്വാദ്യതയും അവർക്കത് പാടി ഫലിപ്പിക്കാൻ കഴിയുന്ന അതൊക്കെയാണ് അവർ സെലക്ഷന് വേണ്ടി ചൂസ് ചെയ്യുന്നത്. ഈ കുട്ടി പറഞ്ഞു, എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്, ഞാൻ എവിടെ പാടാൻ പോയാലും ആദ്യമായിട്ട് ഈ പാട്ടാണ് ഞാൻ പാടുന്നത് പറഞ്ഞു. ഞാൻ ആ സഹോദരിയുടെ അടുത്ത ചോദ്യം, സിസ്റ്റർ 2 കണ്ണുകൾക്കും കാഴ്ചയില്ല. കാഴ്ചയില്ലാത്ത സിസ്റ്റർ പറയുന്നു, എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു. എങ്ങനെയാണിത് ശരിയാകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടി കേൾക്കണോ പ്രിയപ്പെട്ടവരെ? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഈ ഭൂമിയിൽ ഒന്നും കണ്ടിട്ടില്ല, എൻ്റെ സഹോദരങ്ങളെ കാണുന്നില്ല, മാതാപിതാക്കളെ കാണുന്നില്ല, പുഷ്പത്തിൻ്റെ സൗന്ദര്യം ഞാൻ ആസ്വദിക്കുന്നില്ല. എന്നാൽ എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് ഞാൻ എൻ്റെ യേശുവിനെ കാണും. എത്ര പ്രത്യാശയുള്ള വാക്കുകളാണ് ഞാൻ സിസ്റ്റർ ആലീസിൽ നിന്ന് കേൾക്കുവാനിടയായെന്നറിയാമോ?
പ്രിയപ്പെട്ടവരെയും ആലീസിൻ്റെ മുൻപിൽ ഞാനൊരു കൊച്ചുകുട്ടിയെപ്പോലെ ഇന്ന് കരഞ്ഞുപോയി. എൻ്റെ കണ്ണുകളിൽ കൂടെ കണ്ണുനീർ വന്നു. എത്ര ദൈവ കൃപയുള്ള ഒരു സഹോദരിയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ആലീസുമായിട്ട് എനിക്ക് പല പ്രോഗ്രാം ഒരുമിച്ച് ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് എന്തെല്ലാം കാണാം, കാലുകൾ കൊണ്ട് യാത്ര ചെയ്യാം, കരങ്ങൾ കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രവർത്തിക്കാം. ലോകം മുഴുവൻ ഒരു പക്ഷേ ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലില്ലേ? ലോകം മുഴുവൻ നമ്മുടെ ഈ വിരൽത്തുമ്പിൽ, നമ്മുടെ പോക്കറ്റിൽ, നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഉണ്ടല്ലോ. എത്ര നല്ല സൗകര്യങ്ങളാണ്, സാങ്കേതികത്വങ്ങളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ നാം പ്രതീക്ഷിക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ഒരു അനർത്ഥം, ഒരു രോഗം, ഒരു ദുഃഖം, ഒരു വേർപാട്, സാമ്പത്തിക ബാധ്യത ഒന്ന് നമ്മെ അലട്ടുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുമോ, നന്മയ്ക്കായിട്ടാണ് ദൈവം ഇത് ചെയ്തത്? സിസ്റ്റർ ആലീസ് പറയുന്നു, എനിക്ക് കണ്ണിന് കാഴ്ചയില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ സകലവും നന്മയ്ക്കായിട്ടാണ് എൻ്റെ ദൈവം തന്നിരിക്കുന്നത്. എത്ര പ്രത്യാശയുള്ള വാക്കുകൾ! എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവകൃപയുടെ വലുപ്പം മനസ്സിലാക്കി ദൈവത്തിൻ്റെ കരുതൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സഹായങ്ങൾ, അവൻ്റെ നടത്തിപ്പ് എല്ലാം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുവാൻ ഇടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിനായി ഗാനം 2 വരികൾ ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. മ്യൂസിക് കുറച്ചുകൂടെ കേൾക്കാമോ ഇപ്പം? ഓക്കെ. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും, നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും അവൻ എനിക്ക് നൽകുമ്പോൾ അവൻ എന്നെ സ്നേഹിക്കുന്നു. ദോഷമായിട്ടൊന്നും ചെയ്യുന്നവനല്ല. ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും, ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും എൻ്റെ താതൻ തന്നിടുമ്പോൾ എന്നെ അവൻ സ്നേഹിക്കുന്നു. എൻ്റെ താതൻ തന്നിടുമ്പോൾ എന്നെ അവൻ സ്നേഹിക്കുന്നു.
എല്ലാം നന്മയ്ക്കായി സ്വർഗത്താതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. പ്രതികൂലങ്ങളേറി വന്നാൽ അനുകൂലമായി യേശുണ്ട്. പതറാതെ തളരാതെ സ്വർഗ സിയോനിലേക്ക് എത്തിച്ചേരുവാൻ നമ്മുടെ കരം പിടിച്ച് നടത്തുന്ന കർത്താവാണ്. പ്രതികൂലങ്ങൾ ഏറെ എന്നാൽ അനുകൂലമായി യേശുണ്ട്. പ്രതികൂലങ്ങൾ ഏറെ എന്നാൽ അനുകൂലമായി യേശുണ്ട്. പതറുകില്ല തളരുകില്ല സ്വർഗ സിയോനിലെത്തിയിടും ഞാൻ. പതറുകില്ല തളരുകില്ല സ്വർഗ സിയോനിലെത്തിയിടും ഞാൻ. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും, നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. ദൈവത്തിന് മഹത്വം. ഇപ്പോൾ 9:50 ഒരു പാട്ടോടെ പാടാൻ സാക്ഷ്യം പറയാൻ സമയമുണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഓക്കെ, ആ പാട്ടുകൊണ്ട് അവസാനിപ്പിക്കും. ഒരു പാട്ടോടെ പാടാം. ഓക്കെ, താങ്ക് യു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജോലി കിട്ടിയ കാര്യവും. ഞാൻ തൃശ്ശൂരാണ് ജോലിക്ക് കയറിയത്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് 2.5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് പത്തനംതിട്ട ജില്ലയിലേക്ക് മ്യൂച്വൽ ട്രാൻസ്ഫർ മുഖാന്തരം എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചു. അവിടെ വന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനീതിക്ക് കൂട്ടുനിന്നില്ല എന്ന കാരണത്താൽ ഞാൻ ഓഫീസിൽ ഒറ്റപ്പെട്ടു. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ കൈക്കൂലി വാങ്ങിക്കാതിരുന്നതിന് ഞാൻ ഒറ്റപ്പെട്ടു. നിങ്ങൾക്കൊക്കെ പലർക്കും അറിയാമല്ലോ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കാര്യം സാധിക്കണമെങ്കിൽ നാം അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കണം, കൈക്കൂലി കൊടുക്കണം. അങ്ങനെ ഒരു സിസ്റ്റമുണ്ട്. ഞാൻ വാങ്ങിക്കാതിരുന്നുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകർക്കത് നഷ്ടമായി ഭവിച്ചു. അവരെന്നോട് ചോദിച്ചു, താങ്കൾക്ക് വേണ്ടായിരുന്നെങ്കിൽ എന്തിനാ ജോലി ചെയ്തത്? ഞങ്ങൾ ചെയ്യത്തില്ലായിരുന്നു. ഞാനത് നേരത്തെ പറഞ്ഞു വച്ചിരുന്ന ഒരു കേസാണെന്ന് പറഞ്ഞു. എന്നെ ഒറ്റപ്പെടുത്തി. ഈ നൂറ്റാണ്ടിൽ ജീവിക്കാൻ കൊള്ളാവുന്ന മനുഷ്യൻ അല്ല എന്ന് പറഞ്ഞ് ഞാൻ ആക്ഷേപിച്ചു. ഉപദേശി എന്ന് വിളിച്ച് കളിയാക്കി. ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് എനിക്ക് കൊട്ടേഷൻ അടിക്കുമായിരുന്നു. ഞാൻ കൺവെൻഷനുകൾക്ക് പാടാൻ പോകുന്ന വിവരമൊക്കെ അവർക്കറിയാം. ഞാൻ സുവിശേഷകനാണെന്ന് അവർക്കറിയാമായിരുന്നു. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിനും എൻജോയ്മെൻറ്റിനും വേണ്ടി കളിയാക്കുന്നത് തന്നെയാണ്. എന്നെ ഒറ്റപ്പെടുത്തി. 2 ആഴ്ച തൊട്ട് ആരും എന്നോട് മിണ്ടാതിരുന്നു. ലോകത്തിൻ്റെ മുമ്പിൽ ഞാനൊരു പോഷനായി തോന്നി. അവർക്ക് തോന്നി. ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെല്ലാവരും ഇപ്പോൾ പെൻഷനായി. പലരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടവരുണ്ട്. എന്നാൽ എനിക്ക്
എൻ്റെ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ എനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ഇപ്പോഴും ചെയ്യുവാൻ അവസരം ലഭിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. സ്തോത്രം. സമയത്താണ് ഞാൻ സിയോൻ യാത്ര ചെയ്തതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതിനാലുള്ള ഗാനം രചിക്കുന്നത്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നാം ഭോഷന്മാരായി തീർന്നേക്കാം. എന്നാൽ ദൈവം തൻ്റെ മക്കളെ ഏറ്റവും ശ്രേഷ്ഠകരമായ പദവിയിലൂടെ നടത്തുന്ന കർത്താവാണെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയുന്നു. അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഈ ഗാനം പ്രശസ്ത ഗന്ധർവനായ KJ യേശുദാസ് തൻ്റെ തരങ്കിണി CD ശേഖരത്തിൽ ഇത് ഉൾപ്പെടുത്തി. ഈ പാട്ടും ഞാൻ എഴുതിയ മറ്റു ഉണർവിൻ വരൻ ലയിപ്പാണെന്ന് ഗാനം എടുക്കുകയുണ്ടായി. പക്ഷേ എൻ്റെ പേരൊന്നും അതിൽ വെച്ചിട്ടില്ല, ട്രഡീഷണൽ എന്നാണ് വെച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിനൊരു കത്തെഴുതി, നമുക്ക് ഞാൻ രചിച്ച ആൾ ഞാനാണ്, പക്ഷെ അതിന് മറുപടിയൊന്നും കിട്ടിയില്ല. എന്തായിരുന്നാലും അത്ര ശ്രേഷ്ഠനായ മലയാളക്കരയുടെ ഏറ്റവും ഉന്നതനായ ഒരു ഗായകൻ, എളിയവനായ ഞാൻ എഴുതിയ പാട്ട് പാടി അതിന് വളരെ പ്രചാരം കിട്ടിയതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോടും ദൈവത്തോടും നന്ദിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഒരു ദിവസം എൻ്റെ വീടിൻ്റെ മുൻപിൽ ഹാർമോണിയം വായന കേട്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി വന്നപ്പോൾ ആന്ധ്രയിൽ നിന്ന് വെള്ളപ്പൊക്കം മൂലം ഭിക്ഷയായി എടുക്കാനായിട്ട് കേരളത്തിലേക്ക് കടന്നു വന്ന ഒരു പിതാവിനെയും തൻ്റെ മകളെയും കാണുവാനിടയായി തീർന്നു. അവർ മനോഹരമായിട്ട് ഹാർമോണിയം വായിച്ചുകൊണ്ട് സിയോൻ യാത്ര ചെയ്തതിൽ മനമേ ഭയമൊന്നും വേണ്ടി എന്നുള്ള പാട്ട് പാടുകയുണ്ടായി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ അവരോട് പറഞ്ഞു, ഒരു പാട്ടുകൂടെ പാടാൻ പറഞ്ഞു. അവരപ്പോൾ അടുത്ത പാട്ട് ഉണർവിൻ വരൻ ലഭിപ്പാൻ എന്ന പാട്ട് പാടി. ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്തു. ഈ ഗാനങ്ങളെല്ലാം എത്ര ജനകീയമായി തീർന്നുമുണ്ട്. ജനങ്ങൾ ഏറ്റെടുത്ത് പാടി അതിന് വളരെ പ്രചാരം കിട്ടിയതുകൊണ്ട് എല്ലാവരോടും ഞാൻ നന്ദിയും കടപ്പാടുമുള്ളവനാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മളെപ്പോഴും നിന്ദ്യതരും, നമ്മൾ ഈ ലോകത്തിന് അനുരൂപരല്ലാതെ ജീവിക്കുമ്പോൾ നമ്മെ ഒറ്റപ്പെടുത്തുന്ന അവസരങ്ങളൊക്കെ ഉണ്ട്. നമ്മെ നിന്ദിക്കുന്ന അവസരങ്ങൾ, നിന്ന കേൾക്കാതെ ആർക്കും ക്രൈസ്തവ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ദൈവത്തിന് മഹത്വം. നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, മോശതാൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടി കഷ്ടം സഹിക്കുന്ന നല്ലതെന്ന് തിരഞ്ഞെടുത്തു. മിസ്രൈമിലെ നിക്ഷേപങ്ങൾക്കാൽ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് മോശ പറയുന്നതായിട്ട് നാം വായിക്കുന്നു. ആ നിന്ന ധനമാണ്. എവിടെയെങ്കിലും നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ ഓർത്തോണം, നമുക്ക് ധനം കിട്ടി. ആരെങ്കിലും നിന്ദിച്ചാൽ തിരിച്ച് നിന്ദിക്കാൻ പോകരുത്, തിരിച്ച് പ്രതികരിക്കാൻ പോകരുത്. അപ്പോൾ നമുക്ക് സ്വർഗത്തിൽ ധനം കിട്ടി. അതാണ് സത്യവേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. നിന്ന ധനമാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ പോഷണായിക്കൊള്ളട്ടെ. അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം കൂടെയുള്ള ദൈവമാണ്. എനിക്ക് ഈ പാട്ട് എഴുതുമ്പോൾ 1985 ഈ പാട്ട് ഞാൻ എഴുതുമ്പോൾ എനിക്കിൻ്റെ അർത്ഥവ്യാപ്തി എന്താണെന്ന് അറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ ബൈബിൾ പ്രഭാഷണങ്ങളെ കേട്ടപ്പോഴും വേദപുസ്തകം പഠിച്ചപ്പോഴും വായിച്ചപ്പോഴും എല്ലാം മനസ്സിലാക്കിയൊരു കാര്യം, ഉൽപ്പത്തി പുസ്തകം 12:1 വായിക്കുന്നു, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയവും അതിമഹത്തായ പ്രതിഫലവുമാകുന്നുവെന്ന് ദൈവം അബ്രഹാമിനോട് പറയുന്നു. ഇസഹാക്കിനോട് പറയുന്നു, ഇസഹാക്കെ നീ ഭയപ്പെടേണ്ട. യാക്കോബിനോട് പറഞ്ഞു, യാക്കോബെ നീ ഭയപ്പെടേണ്ട. ഇവരോടെല്ലാം ദൈവം പറയുന്നുണ്ട്. ആ ഭയപ്പെടേണ്ട എന്ന് അബ്രഹാമിനും ഇസഹാക്കിനോടും യാക്കോബിനോടും പറഞ്ഞ ആ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. അവൻ പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും അറിയിക്കുക എത്ര വേണ്ടത്. അബ്രഹാമിനൊരു യാത്രയുണ്ടായിരുന്നു, ഇസഹാക്കിനൊരു യാത്രയുണ്ടായിരുന്നു, യാക്കോബിനൊരു യാത്രയുണ്ടായിരുന്നു.
ഇബ്രാഹിം നാം വായിക്കുന്നു, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശം കിട്ടാനിരുന്ന ദേശത്തേക്ക് വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു, എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വാഗ്ദത്ത ദേശത്ത്, അന്യദേശത്ത് എന്ന പോലെ എത്തിച്ചേർന്നു. വാഗ്ദത്തത്തിൻ്റെ അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും ചേർന്ന് ദൈവം ശില്പിയായും നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്നുവെന്ന് സത്യവേദ പുസ്തകത്തിലെ എബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അവരെല്ലാം യാത്ര ചെയ്ത് പുറപ്പെട്ടു. കൂടാരങ്ങൾ മാറ്റി മാറ്റി അടിച്ചു. വിശ്വാസത്തിൻ്റെ വീരനായ അബ്രഹാമിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ടതില്ല. സിയോൻ യാത്രയതിൽ, നീ സിയോൻ മരുപ്രയാണ യാത്രയിൽ ഭയമില്ലാതെ മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഈ സൂം മീറ്റിങ്ങിൽ എന്നെ കേൾക്കുന്നവരെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന് മഹത്വം. യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു ഭോഷനായി നീ തോന്നിയാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീ എന്നും ശ്രേഷ്ഠനായി മാറുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെക്കുറിച്ച് ഇനിയും ആകുല ചിന്തയില്ല. ജീവമെന്നെ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു.
ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാണ്. അബ്രഹാമിൻ ദൈവം, ഇസാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാണ്. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. മനുഷ്യനിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി. ദൈവത്തിൽ ആശ്രയം അതൊന്നാണ് എനിക്ക് അഭയം. മനുഷ്യനിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. മനുഷ്യനിൽ ആശ്രയമോ അത് ഒന്നാണ് നിശ്ചയമാ. ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. അബ്രഹാമിൻ ദൈവം, ഇസാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൻ. അബ്രഹാമിൻ ദൈവം, ഇസാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൻ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അല്പം സാങ്കേതികത്വം ഇവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ലാതെ പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. വോക്കലിനൊരു ഡിലേ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് പാട്ടിന് ഇച്ചിരി ആസ്വാദ്യത കുറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. ഇവിടെ ആദ്യം പാടിയ ബാബു കൊടാവേലിൽ അവർക്കറിയാം എൻ്റെ പറ്റിയ സാങ്കേതികത്വങ്ങളൊക്കെ. എന്നാലും ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദൈവത്തിന് നന്ദി പറയുന്നു. വീണ്ടും ഞാൻ എല്ലാവർക്കും നന്ദി ഗ്രഹിക്കുകയാണ്. ബഹുമാന്യ വിൽസൺ കരമ്പനേത്ത് സാറ്, വെൻസി അകമറ്റം, എല്ലാവരോടും ഞാൻ വളരെ കടപ്പാടും നന്ദിയുള്ളവനായിരിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു വിൽസൺ. ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തു. ഈ 1.5 മണിക്കൂറായിട്ടും എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇതിൽ പങ്കെടുക്കുകയായിരുന്നു. താങ്ക് യു വെരി മച്ച്. വിൽസൺ കരിമ്പന്നൂർ, അനൗൺസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ജേക്കബ് സാറ്. ഓക്കെ, ജേക്കബ് സാറേ പ്ലീസ്. അനൗൺസ്മെന്റ്. ദൈവത്തിന് മഹത്വം. പ്രിയരെ, അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തിക്കൊള്ളട്ടെ. നമ്മുടെ അടുത്ത വെബിനാർ, അതായത് 209ാമത് ലൈവ് വെബിനാർ ജൂലൈ 20-ാം തീയതി ശനിയാഴ്ച പതിവ് പോലെ 8:30 മണിക്ക് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ ആയിരിക്കും. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശ സംരക്ഷണത്തെ സംബന്ധിച്ച് മാധവ് ഗോഡ്ഗിൽ
റിപ്പോർട്ടും സൂര്യരംഗൻ റിപ്പോർട്ടും മലയോര പ്രദേശങ്ങളിലെ താമസിക്കുന്നവരിൽ ഉണ്ടാക്കിയ ഭയാശങ്കയും തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളും പരിഹരിക്കുന്നതിനായിട്ട് അന്നത്തെ ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷൻ ആണ് വുമൻ വി വുമൻ കമ്മീഷൻ. ആ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ തന്നെ ആയിരിക്കും അടുത്ത വെബിനാറിൽ പ്രഭാഷണം നടത്തുന്നത്. അന്നത്തെ വെബിനാറിന്റെ ടോപ്പിക്ക് ബയോഡൈവേഴ്സിറ്റി ഫോർ ഹ്യൂമൻ വെൽഫെയർ, ജൈവ വൈവിധ്യം മനുഷ്യ നന്മയ്ക്ക് എന്നതായിരിക്കും. ഇതേ ലിങ്കിലും ഇതേ പാസ്വേഡിലും അടുത്ത വെബിനാറിൽ പ്രവേശിക്കാവുന്നതാണ്. എല്ലാവരെയും ആ വെബിനാറിലേക്ക് വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊള്ളട്ടെ. അടുത്ത വെബിനാറിൽ ഏവരും പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അനൗൺസ്മെന്റിൽ നിന്ന് ഞാൻ വിരമിക്കട്ടെ. താങ്ക് യു. ഇനി വിൽസൺ ചേന്നനാട്ടിനോട് ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഷോർട്ടായിട്ട് ചോദിക്കണം. നമ്മൾ സമയം ഇപ്പോൾ തന്നെ 10:10 ആകുന്നു. അതനുസരിച്ച് ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൈ ഉയർത്താം. ചോദിക്കുന്നവർ വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ ചോദിക്കുക മാത്രം. അപ്രിസിയേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം കളയരുതെന്ന് പ്രത്യേകം ഓർപ്പിക്കും. രാജീവ് ഫിലിപ്പ് കൈ ഉയർത്തി. 2 മണിക്കൂർ സമയം വളരെ ഗാനനിർഭരമായിട്ടുള്ള അനുഭവങ്ങളും അതോടൊപ്പം ഗാനങ്ങളും ആലപിച്ചുകൊണ്ട് നമ്മളെയൊക്കെയും ആത്മീയതയുടെ ഉയരങ്ങളിലേക്ക് ഉയർത്തിയതായിട്ടുള്ള വിൽസൺ ചേന്നനാട്ട് പ്രത്യേകമായി നന്ദി പറയുന്നു. സാറിന്റെ പാട്ടുകളാണ് ഇവയെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ 1983 സാർ എഴുതിയതായിട്ടുള്ള ഈ പാട്ട് എന്താണ് ഞാൻ അനുഭവിച്ചു. അത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അത് ആ വർഷം ഒടുവിലാണ് ഞാൻ വിദേശത്ത് പോകുന്നത്. പിന്നീട് വരുന്നത് ഇപ്പോൾ 4 വർഷം മുമ്പാണ്. ഈ പാട്ടുകളൊക്കെ സാറിന്റെ ആണെന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതെല്ലാം കേട്ടിട്ടുണ്ട്. ഞാൻ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം വിലക്കപ്പെട്ടതായ രാജ്യം. എന്നിട്ട് പോലും അവിടെ ഈ പാട്ടുകളൊക്കെ പാടാനായിട്ട് ഞങ്ങൾ അണ്ടർഗ്രൗണ്ട്, അതായത് വീടുകളിലേക്ക് ജനങ്ങളും വാതിലൊക്കെ അടച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ ഈ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. അന്നേരം അറിയില്ലായിരുന്നു സാറാണ് ഇത് എഴുതിയിരുന്നത്. പിന്നെ ഈ പാട്ട് കത്തോലിക്കരുടെ പാട്ടാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. കാരണം ഞാൻ ആദ്യം മാർത്തമാക്കാരുടെ കൂട്ടായ്മയുള്ള സമയത്ത് കാത്തലിക്സിന്റെ പൊതുവായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ ആദ്യം ചെന്നത്. അപ്പോൾ അവിടെ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്ന പാട്ടാണ് ഉണർവിൽ വരം ലഭിക്കാൻ പ്രാർത്ഥന അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് ആയിട്ട് പാടുന്നതായ പാട്ടാണ്. അത് കത്തോലിക്കരുടെ പാട്ടാണെന്ന് ഞാൻ വിചാരിച്ചത്. ഞാനത് സാറിന്റെ പാട്ടായിരുന്നു. വിശ്വാസ പരങ്കടി ചുടിയിൽ ഏർപ്പെടുത്തിയത് എല്ലാവർക്കും ഫേമസ് ആയി. അങ്ങനെ ഫേമസ് ആയതെന്നാണ് അവരോട് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും പാട്ടെഴുതുക അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണെന്ന് അങ്ങനെ കണ്ണുകളെ തീർന്നീച്ചതായിട്ടുള്ള അനുഭവങ്ങൾ. ആദ്യം ജോലി നഷ്ടപ്പെട്ടപ്പോഴും അതിനുശേഷം ആക്സിഡന്റ് ഉണ്ടായപ്പോഴും പിന്നീട് ജോലിയിലെ നിന്നെ അനുഭവിച്ച സമയത്തൊക്കെയും പാടിയ പാട്ടുകളൊക്കെ വളരെ അനുഭവവിദ്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം അനുഭവ സമ്പന്നതയുടെ ചുരുളഴിക്കുന്നതായിരുന്നു എന്ന് കൃത്യമായിട്ട് പറയട്ടെ. തീർച്ചയായും ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സാർ എഴുതിയതും അതേസമയം ഇവിടെ പാടിയതുമായ പാട്ടുകൾ വളരെയധികം നല്ല ഈ സെഷനെ വളരെയധികം ഭംഗി വളരെയധികം മനോഹരമാക്കി. എനിക്ക് ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം ഞാൻ പലപ്പോഴും ഇതിലെ പല ഗാനങ്ങളും വളരെ സന്തോഷപൂർവ്വം ശ്രവിച്ചിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് ഈ പാട്ടുകളൊക്കെ പലതും ഈ വിൽസൺ ചേന്നനാട്ടിലിന്റെ പാട്ടുകൾ തന്നെയാണെന്ന് എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. മാരാവൺ കൺവെൻഷനിൽ 3 ഗാനങ്ങൾ മാത്രം സെലക്ട് ആയിട്ടുള്ള ഒരു പാട്ടെഴുത്തുകാരനാണ് ഞാൻ. എന്നാൽ സാറിനെ പോലെ ഇത്രയധികം ഗാനങ്ങൾ രചിച്ച ഒരു വ്യക്തിയുടെ പ്രഭാഷണം കേൾക്കുവാനുണ്ടായ വലിയ സന്തോഷമുണ്ട്. 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇനിയും ഈ അടുത്ത പ്രകൃതി എൻവയറമെന്റ് ഇഷ്യൂവിന്റെ വിഷയമാണ്. അത് നേരത്തെ നമ്മൾ ബുക്ക് ചെയ്ത പ്രോഗ്രാമാണ്. അത് കഴിഞ്ഞിട്ട് 27-ാം തീയതി പ്രൊഫസർ കോശി തലയ്ക്കൽ മാരാവൺ കൺവെൻഷനിൽ അനവധി
ഗാനങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കും. ഈ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നവര് ഇതേ ലിങ്കിൽ തന്നെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ആഗസ്റ്റ് 3-ാം തീയതി നൈനാൻ പുന്നവേലി സാറായിരിക്കും പാടുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന സാധനാച്ചൻ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനവധി പേര് ഈ ദിവസങ്ങളിൽ വരും. ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇതേ ലിങ്കും ഇതേ പാസ്വേഡും ആയിരിക്കും. അതിപ്പോ എടുത്തു പറയുന്നതേ ഉള്ളൂ. ഞാൻ വിൽസൺ ചേന്നനാട്ടിൽ സാറിനോട് 2 കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, സാർ ഈ 300-ലധികം ഗാനങ്ങൾ രചിച്ച വ്യക്തിയാണ്. അതിലേതെങ്കിലും ഒരു ഗാനം സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമായിട്ട് സാറിന് പറയാൻ സാധിക്കുന്നത് ഏത് ഗാനമാണ്? അതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് ഒരു കാര്യം എന്നറിയാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ്. സാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗാനം. 2, സാറ് ട്യൂണ് അനുസരിച്ചിട്ട് ലിറിക്സ് എഴുതാറുണ്ടോ, അതോ ലിറിക്സ് എഴുതിയതിന് ശേഷമാണോ ട്യൂൺ ചെയ്യുന്നത്? അങ്ങനെയുള്ള കാര്യം കൂടെ ഒന്ന് അറിഞ്ഞാല് താല്പര്യമുണ്ട്. ഈ 2 ചോദ്യങ്ങളുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഗാനം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രമാണ്. അതിന് കാരണം ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത് പാടിയ എൻ്റെ പാട്ട് അതാണ്. അതുകൊണ്ട് ഞാനും ഇഷ്ടപ്പെടുന്നു. ജനങ്ങളാണല്ലോ ഇത് ഹിറ്റാക്കുക. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഹിറ്റാക്കുന്നത് ജനങ്ങളാണ്. നമ്മൾ എത്ര പാട്ട് എഴുതിയാലും എത്ര പാട്ട് പുറത്തിറക്കിയാലും ജനങ്ങൾ ഏറ്റു പാടിയില്ലെങ്കിൽ അതിന് പ്രചാരം കിട്ടത്തില്ല. നമ്മൾ എഴുത്തുകാരാകത്തുമില്ല, നമ്മുടെ പാട്ട് നന്നാകത്തുമില്ല. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പാടിയിട്ടുള്ള പാട്ടാണ്. എല്ലാ സഭാ വ്യത്യാസം എന്നെ ഹൈന്ദവർ പോലും പാടി. എൻ്റെ മോനെ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം കോളേജിലെ പിള്ളേർ അവർ കോളേജ് ഡേക്കൊക്കെ പാടുന്നു. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രമാണ് പാടിയത്. അങ്ങനെ വളരെ പ്രചാരം കിട്ടിയ കാരണത്താൽ എനിക്ക് ആ എനിക്കും ആ പാട്ട് ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ആ പാട്ടിൻ്റെ ആ മെലഡിയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പാടുമ്പോൾ എനിക്ക് വളരെ വികാരാതീതനായി തീരാറുണ്ട്. അതാണ് എനിക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ മറുപടി. രണ്ടാമത്തത്, ഈ 3 വിധത്തിൽ ഞാൻ പാട്ട് എഴുതാറുണ്ട്. ചിലപ്പോൾ ട്യൂൺ എനിക്ക് കിട്ടും, ആ ട്യൂണിനടിച്ച് വരികൾ എഴുതാറുണ്ട്. ചില പാട്ടുകൾ ട്യൂണും ലൈൻസും ഒരുപോലെ കിട്ടാറുണ്ട്. ചില പാട്ടുകൾ ലൈൻ മാത്രം കിട്ടാറുണ്ട്. ഈ 3 വിധത്തിലും പാട്ട് എഴുതാറുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട് വളരെ സൗകര്യമാണ്. എനിക്കൊരു പാട്ട് യാത്രയിലോ വാഹനം ഓടിച്ച് പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ധ്യാനിച്ചിരിക്കുമ്പോഴോ ഒറ്റയ്ക്കിരിക്കുമ്പോഴോ കിട്ടിയാൽ ഉടൻ തന്നെ ഞാൻ ഈ ഫോണിലോട്ടത് വാഗോണ്ടങ്ങ് പാടി റെക്കോർഡ് ചെയ്യും. ചിലപ്പോൾ അതിൻ്റെ ട്യൂണായിരിക്കും മൂളിയായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അന്നേരം കിട്ടുന്ന വരികളങ്ങ് ഞാൻ പാടും. അതെനിക്ക് ഇഷ്ടമായി തോന്നിയാൽ, നല്ലതെന്ന് തോന്നിയാൽ പിന്നെ വേറെ വരികൾ ഞാൻ എഴുതാറുണ്ട്. അങ്ങനെയാണ്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പം പേപ്പറിലെഴുത്ത് വളരെ കുറവാണ്. എനിക്ക് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. ഞാനിപ്പോൾ പാട്ട് മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വന്ന് സിസ്റ്റത്തിലോട്ട് ആ സ്റ്റുഡിയോയിലോട്ട് അങ്ങ് പാടിയിടുക. ഞാനിപ്പോൾ ഈ അടുത്തിടെ ഒരു കോവിഡിന് ശേഷം, കോവിഡ് മുതൽ ഞാൻ പേപ്പറിൽ എഴുതിയിട്ടില്ല. എല്ലാം സ്റ്റുഡിയോയിലോട്ട് വോക്കൽ അങ്ങ് റെക്കോർഡ് ചെയ്യുന്നവർ. പിന്നീട് പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അതിന് ഒരു ഡയറിയിൽ ഞാൻ എഴുതാറുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. താങ്ക് യു വെരി മച്ച്. അടുത്തതായിട്ട് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് സാംസങ് SM എന്ന് തുടങ്ങുന്ന മൊബൈൽ ഡിവൈസ് പേരുള്ള ആളാണ്. ഇപ്പോൾ സംസാരിക്കാവുന്നതാണ്. സാറേ, ഞാനാണ്. സോറി, എന്റെ പേരിടാൻ ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് സാംസങ്ങിന്റെ. എന്റെ പേര് വിനോദ്. ഞാൻ കുവൈറ്റിൽ നിന്നാണ്. വിനോദ് T ജേക്കബ്. വിൽസൺ സാറിന്റെ ഒക്കെ വലിയ ഒരു പാത പിന്തുടർന്ന് പാട്ടുകൾ എഴുതാൻ ഈ ദിവസങ്ങളിൽ ദൈവം എനിക്കും ഭാഗ്യം തരുന്നുണ്ട്. അനേകർക്ക് അറിയത്തില്ലായിരിക്കും, ഈ വർഷത്തെ മാരാമൺ കൺവെൻഷനിൽ നന്ദി അല്ലാതൊന്നും ചൊല്ലാനില്ലേ എന്നുള്ള പാട്ടും, കഴിഞ്ഞ വർഷത്തെ മാരാമൺ കൺവെൻഷനിൽ ഞാനും കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിച്ചു മാനിച്ചു എന്നുള്ള കുറെ പാട്ടുകൾ ചെയ്യാൻ ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കുന്നു. വേറൊരു പ്രത്യേകത, സാറിന്റെ ബ്രദർ സെൽവനും ഞാനും ഒരുമിച്ച് ഏറെ നാള് ബോംബെയിൽ ഒരുമിച്ച് ഈ ശുശ്രൂഷ ചെയ്തവരെ. ഒരുപക്ഷെ സെൽവനോട് ചോദിച്ചാൽ അറിയോ, ഒരു വിനോദ് ബ്രദറിനെ അറിയുമോ എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഏറെക്കാലം ഞങ്ങൾ ഒരുമിച്ച് ഈ ശുശ്രൂഷ ചെയ്തവർ. അതുകൊണ്ട് സാറിന്റെ അനുഭവങ്ങൾ കേട്ടപ്പോൾ ജീവിതത്തിൽ ഭയങ്കര സന്തോഷം തോന്നി. എനിക്കും അങ്ങനെ അനുഭവങ്ങളിൽ നിന്ന് കൂടെയാണ് പാട്ടുകൾ എഴുതാൻ ദൈവം എനിക്കും ഭാഗ്യം ചെയ്തത്. എന്റെ ഒരു ചോദ്യം സാറിനോടുള്ളത്, സാറിന്റെ ഏതാണ് ഏറ്റവും അവസാനമായി മാരാമൺ കൺവെൻഷനിൽ വന്ന പാട്ട്? കർത്താവൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ 2007. താങ്ക് യു സാറേ. അതിനുശേഷം വീറൊന്നും കൊടുത്തിട്ടില്ലയോ? അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അതിനുശേഷം ഞാൻ കൊടുത്തിരുന്നു. 2010 വരെ 7 കഴിഞ്ഞിട്ട് 8, 9, 10 ഒക്കെ കൊടുത്തിരുന്നു പാട്ട്. പക്ഷെ
പക്ഷെ അത് റിജക്റ്റ് ചെയ്ത് പോകേണ്ട എനിക്ക് പിന്നെ കൊടുക്കാനുള്ളൊരു ഇത് തോന്നിയില്ല. പിന്നെ ഇപ്പം ഈ റെക്കോർഡിങ് ഇപ്പം നമ്മൾ CD വേണ്ടിയും നമ്മുടെ സ്വന്തം പാട്ടുകളായിട്ട് ഇറക്കാൻ വേണ്ടിയാണല്ലോ. അതുകൊണ്ട് വേറൊരു പ്ലാറ്റ്ഫോം അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല എന്നൊരു തോന്നൽ വന്നു മനസ്സിൽ. അതുകൊണ്ടാണ് കൊടുക്കരുത്. എന്നാൽ പലരും ചോദിക്കുന്നുണ്ട് ഇതുപോലെ പലരും ചോദിക്കുന്നുണ്ട്, പാട്ട് തരണം എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സാറേ, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. അടുത്തത് ശ്രീ ജോൺ ഡേവിഡ്. ജോൺ ഡേവിഡിന് ഇപ്പോൾ സംസാരിക്കാവുന്നതാണ്. താങ്ക് യു. ബഹുമാനപ്പെട്ട സദസ്സിന് നന്ദി. നമസ്കാരം. പ്രിയപ്പെട്ട വിൽസൺ ബ്രദറിനോട് ഒന്നിച്ച് ഏതാണ്ട് 86 തൊട്ട് 100 കണക്കിന് സ്റ്റേജുകളിൽ എനിക്കും പാടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ച വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ, അതിമനോഹരമായ പാട്ടുകൾ ഈ പ്രോഗ്രാമിൽ എനിക്ക് തോന്നുന്നു സമയക്കുറവുണ്ടായിരിക്കാം, വിട്ടുപോയതായിരിക്കാം. എങ്കിലും ഞാൻ ഓർക്കുന്ന ഒന്നാണ് ശാന്ത തുറമുഖം അടുത്തു, അതുപോലെ തന്നെ യഹോവ നല്ലവൻ, ഏലിയാവിൻ ദൈവമേ നീ എന്റെയും ദൈവം. ഇതൊക്കെ അതിമനോഹരമായ പാട്ടുകളായിരുന്നു. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാത്തതിലൊരു വിഷമമുണ്ട്. ആ പാട്ട് ഏലിയാവിൻ ദൈവമേ നീ എന്റെയും ദൈവം എന്നുള്ള പാട്ട് എഴുതുന്നത് എനിക്ക് തോന്നുന്നു മസ്കറ്റ് വെച്ചായിരുന്നു. എൻ്റെ വീട്ടിൽ വെച്ചാണ് അതിന്റെ ട്യൂണിങ് ഒക്കെ പുള്ളി ചെയ്തത്. അപ്പം ഈ പ്രോഗ്രാം ഏറ്റവും മനോഹരമായിരിക്കുന്നു. എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഇങ്ങനെയൊക്കെയുള്ള നല്ല പ്രോഗ്രാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു ജോൺ ഡേവിഡ് പറഞ്ഞത് സത്യമാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി നാൾ പ്രവർത്തിച്ചതാണ്. നന്നായിട്ട് പാട്ട് പാടും ജോൺ ഡേവിഡ്. അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടുപേരും മ്യൂസീഷ്യൻസാണ്. അതുപോലെ എഡ്യൂക്കേറ്റഡ് ആണ്. വൈഫ് പാട്ടെഴുതും. വൈഫ് എഴുതിയ പാട്ട് ഞാൻ മസ്കറ്റിൽ പോയി അവരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ എത്രയെത്ര നന്മകൾ എന്നുള്ള പാട്ടും ആരാനും അസാധ്യമായ എന്നുള്ള പാട്ടും ആരാമൻ സെലക്ട് ചെയ്ത് അത് രണ്ട് ഞാൻ ട്യൂൺ ചെയ്തത്. അടുത്തായിട്ട് ശ്രീ ജോർജ് യോഹന്നാൻ സാറിന് സംസാരിക്കാം. ജോർജ് യോഹന്നാൻ സാറും കൂടെ ഉള്ളൂ ഹാൻഡ് റേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ശ്രീ ജോർജ് യോഹന്നാൻ സാറിന് സംസാരിക്കാം. കേൾക്കാമോ സാറേ? കേൾക്കാം. ചേന്നനാട്ടിൽ സാറിനെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ജീവിതാനുഭവങ്ങൾ, നല്ല തുളുമ്പി നിൽക്കുന്ന അനുഭവങ്ങൾ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു. ദൈവം സാറിനെ, കുടുംബത്തെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹലോ, ഒരാൾ കൂടെ സംസാരിക്കാനുള്ള അവസരം ലഭിക്കുമോ? ഓക്കെ. എന്റെ മുളക്കുഴ സെന്റ് തോമസ് മാർത്തോമ പള്ളിയിലെ മെമ്പറാണ്. ഇപ്പോഴ് ഹൂസ്റ്റൺ ഇമ്മാനുവൽ മാർത്തോമ പള്ളിയിലാണ്. 80 കാലഘട്ടങ്ങളിൽ വിൽസൺ സാറ് ഞങ്ങളെ കൊയറിന് ഗാനങ്ങൾ പരിശീലിപ്പിക്കുകയും പള്ളിയിൽ മാത്രം പാടിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ കൊയറിന് ഒരു പുറമെയുള്ള അഡ്രസ്സ് സാറാ നേടിത്തന്നെ. അതായത് കോമ്പറ്റീഷനിലൊക്കെ പോയി ഞങ്ങൾക്ക് പല പ്രൈസുകൾ നേടാനും റേഡിയോ സ്റ്റേഷനിൽ പോയി പാടാനുള്ള അവസരം ലഭിച്ചു. അദ്ദേഹത്തിന്റെ പാട്ടുകൾ അദ്ദേഹത്തിന്റെ പല പാട്ടുകളും രചിക്കുകയും സംഗീതം പകരുകയും ചെയ്യുന്ന നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം വളരെ അർത്ഥവത്തും ബൈബിളിലെ പല വാക്യങ്ങളും ഉദ്ധരിക്കുന്നതുമാണ്. അതുപോലെ ഞാൻ ഓർക്കുന്നുണ്ട്, ഉണർവിൻ വരം ലഭിപ്പാൻ എന്ന ഗാനം ഞങ്ങളുടെ കൊയറിനെ കൊണ്ട് പാടിപ്പിച്ച് അന്ന് മാരാമൺ കൺവെൻഷൻ സെലക്ഷൻ കമ്മിറ്റിക്ക് അയക്കുകയും ആ വർഷത്തെ കാസറ്റിലെ 1ാമത്തെ ഗാനമായിട്ട് അത് വരികയും ചെയ്തു. അതുപോലെയാണ് സാറിന്റെ മാരാമൺ കൺവെൻഷനിലെ ആദ്യത്തെ പാട്ടായ നിന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ല. അന്നത്തെ മനോരമയിൽ വന്ന വാർത്ത ഇന്ന് ഞാൻ ഓർക്കുന്നു, വായിച്ചു വരികൾ. കൃപയിൻ ഉറവെ ചൊരിയൂ, അറിവിൻ വരങ്ങൾ പകരും എന്ന മനോഹര ഗാനം യോഗത്തെ ഭക്തി നിർഭരമാക്കി. അദ്ദേഹത്തിന്റെ നിൻദാനം ഞാൻ അനുഭവിച്ചു, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം എന്നീ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ എന്നും നിലനിൽക്കും. സാധു കൊച്ചുപദേശം. താങ്ക് യു വെരി മച്ച്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 208ാമത്തെ ലൈവ് വെബിനാറിൽ ഇന്ന് മോഡറേറ്ററായിരുന്ന ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ ക്രൈസ്തവ ഗാന ചക്രവാളം എന്ന നമ്മളുടെ ഈ പരമ്പരയ്ക്ക് ആമുഖം കുറിച്ചുകൊണ്ട് ഇന്ന് നമ്മോട്
സംഗീതപരമായി സംവദിച്ച ക്രൈസ്തവ ഗാന സാഹിത്യ രംഗത്തെ പ്രമുഖനായിട്ടിരിക്കുന്ന ശ്രീ വിൽസൺ ചേന്നാട്ടിൽ സാർ, ബഹുമാനപ്പെട്ട വൈദികരെ, ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഏവരുമേ, ഇന്നത്തെ രാത്രി വളരെ അനുഗ്രഹീതമായി സംഗീത സാന്ദ്രമായ രീതിയിൽ ഇന്ന് നമ്മുടെ വെബിനാറ് പര്യവസാനിക്കുവാൻ പോവുകയാണെന്നുവല്ലോ. ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തെ സംബന്ധിച്ച് ഇത്രത്തോളം വെബിനാറിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വെബിനാറാണ് ഇന്ന് ഇവിടെ നടന്നത്. ക്രൈസ്തവ ഗാന ചക്രവാളം എന്ന ശീർഷകത്തിൽ ഇന്ന് നമ്മോട് തൻ്റെ അനുഭവത്തിലൂടെ നമ്മൾക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന ശ്രീ വിൽസൺ ചേന്നാട്ടിൽ സാറ് സംവേദിക്കുകയുണ്ടായിരുന്നല്ലോ. ഒരുപക്ഷെ നാം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഈ ഗാനമൊക്കെയും പിറവി കൊണ്ടത് ഇത്ര അധികമുള്ള ജീവിത സാഹചര്യത്തിലൂടെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. സാറിന്റെ ഗാനങ്ങൾ അനേകായിരങ്ങൾ സ്വയമായി ഏറ്റെടുത്ത് പാടിയപ്പോൾ അവരുടെ ജീവിതത്തിൽ ലഭിച്ച ആശ്വാസമൊക്കെയും ഒരുപക്ഷെ ഈ ഗാനരചയിതാവ് ആര് എന്നറിയാതെ ദൈവവുമായുള്ള ബന്ധത്തിൽ ആ ഗാനത്തെ വഹിച്ചുകൊണ്ട് ആ ഗാനത്തിന്റെ വൈവിധ്യമാർന്നിട്ടുള്ള ലിറിക്സ് ആ മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് പാടുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ആശ്വാസം എത്ര അധികമാണ് എന്നുള്ളത് അത് രുചിച്ചറിഞ്ഞവർക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. ഇന്ന് നമ്മുടെ രാത്രിയിൽ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് വരികയും മനോഹരമായ 4 ഗാനങ്ങളിലൂടെ അതിൻ്റെ എപ്രകാരമായിരുന്നു അതിൻ്റെ രചനയുടെ പശ്ചാത്തലം നമ്മളോട് പറഞ്ഞുകൊണ്ട് സംവേദിച്ച ശ്രീ വിൽസൺ ചേന്നാട്ടിൽ സാറിന് ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് നമുക്ക് മോഡറേറ്റർ ആയിരുന്ന ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛനാണ്. ശ്രീ വിൽസൺ കരിമ്പനൂർ സാറ് പറഞ്ഞതുപോലെ രാജു അഞ്ചേരി അച്ഛൻ ഈ വെബിനാറുകളിലെ തുടക്ക കാലഘട്ടം മുതൽ ഈ സമയം വരെയും മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഞാൻ ഈ വെബിനാറുകളിൽ ഏറ്റവും കൂടുതൽ കണ്ട ഒരു വൈദികൻ എന്ന് പറയുന്നതും രാജു അഞ്ചേരി അച്ഛനാണ്. നമ്മൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ. ഇന്നത്തെ ഈ മീറ്റിംഗ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അച്ഛൻ്റെ നേതൃത്വം ഇടയാക്കി. അച്ഛനോടുള്ള ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്ക് പ്രാരംഭമായിട്ട് ഗാനം ആലപിച്ചത് ശ്രീ ബാബു കോടമ്പയിലും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ജീവൻ ബാബുവുമാണ്. വളരെ മനോഹരമായ ഗാനം സമയം കണ്ടെത്തി നമുക്ക് വേണ്ടി ആലപിക്കുകയും അതോടൊപ്പം തന്നെ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേർന്നു നൽകുകയും ചെയ്തു. ശ്രീ ബാബു കോടമ്പയിലുള്ള ലൈറ്റ് ടു ലൈറ്റിന്റെ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അപ്പൊ അതുപോലെ നമുക്ക് സൂം മീറ്റിംഗ് ഒരുക്കി തന്നത് ശ്രീ ജോസ് മാത്യു ആണ്, നിരൽ മാർത്തോമ ഇടവാംഗമാണ്. അദ്ദേഹത്തോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. നമ്മളുടെ ഈ മീറ്റിങ്ങുകൾക്കൊക്കെയും നമുക്ക് വേണ്ടുന്ന നേർന്നു നൽകുന്നത് ശ്രീ വിൽസൺ കരിമ്പനൂർ സാറാണ്. സാറിന്റെ ഒരു ദൗത്യം എന്നതുപോലെയാണ് ഇപ്രകാരം ഒരു മീറ്റിംഗ് മുടങ്ങാതെ 208 ശനിയാഴ്ചകളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടുന്ന പ്രസംഗരെ കണ്ടെത്തുകയും അവരോട് സംസാരിച്ച് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും സാർ ഒരുക്കി തരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിലായിരുന്നു എനിക്ക് തോന്നുന്നത്. തിരിച്ച് നാട്ടിൽ എത്തിയത് ഒരു ദിവസമോ ആയി കാണത്തേ ഉള്ളൂ. എന്നാലും വളരെ ഊർജ്ജസ്വലനായി ഇന്നത്തെ മീറ്റിംഗിലും സാറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ശ്രീ വിൽസൺ കരിമ്പനൂർ സാറിനോടും കുടുംബത്തോടുമുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുകയാണ്. ഇന്ന് നമ്മുടെ മീറ്റിംഗിൽ വളരെ സജീവമായി ധാരാളം ആൾക്കാർ പങ്കെടുക്കുകയുണ്ടായി. ധാരാളം ആൾക്കാർ ചോദ്യം ചോദിച്ചു. പ്രത്യേകിച്ച് ശ്രീ വിൽസൺ ചേന്നാട്ടിൽ സാറിനോടുകൂടെ പ്രവർത്തിച്ച അനേകരുടെ അനുഭവ സാക്ഷി നമുക്ക് ഇതോടനുബന്ധിച്ച് കേൾക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ ഇന്നത്തെ ഈ രാത്രിയെ ധന്യമാക്കിയ ഏവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഡി സുനിലച്ചൻ അതുപോലെയുള്ള എല്ലാ വൈദികരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുകയാണ്. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു രാത്രികാലം നേർന്നുകൊള്ളുന്നു. ഒരിക്കൽ കൂടി ശ്രീ വിൽസൺ ചേന്നാട്ടിൽ സാറിനോട് ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹീതമായ രാത്രി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിർമ്മിക്കുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തത് ഇവാഞ്ചലിസ്റ്റ് ബിജു പി ജോർജ് പ്രാർത്ഥിക്കുന്നതിനും രാജു അഞ്ചേരി അച്ഛൻ ആശീർവാദം പറഞ്ഞ് പിരിയുന്നതുമായിരിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് ലൈറ്റ് വെബിനാറായിട്ട് ഇന്നേ ദിവസം അവിസ്മരണീയമായിട്ട് ഒരു ദിനമായി തീർക്കുവാൻ സ്വർഗം സഹായിച്ച വലിയ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
സംഗീതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അത് അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുവാൻ, അനേകർക്ക് വെളിച്ചമാകുവാൻ തീരുവാൻ, അനേകർക്ക് അത് അത്ഭുതമായി ആശ്വാസമായി സൗഖ്യമായി തീരുവാനൊക്കെ ഇടയായി തീർന്ന വലിയ കരത്തിന്റെ ഉടമയായ വിൽസൺ ചെന്നൻ നാട്ടിൽ സാറിനോടുള്ള ആ സാറിനെ കേൾക്കുന്നതിനും ശ്രവിക്കുന്നതിനും അദ്ദേഹത്തിന്റെ സാക്ഷ്യം മനസ്സിലാക്കുന്നതിനുമൊക്കെ ഇടയായി തീർന്ന ഇന്നത്തെ വലിയ ഒരു ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട സാറിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും അനേക ഗാനങ്ങൾ രചിക്കുന്നതിനും അത് അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നതിനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വെബിനാറിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം കൂടുതൽ ധന്യമായി തീരുവാൻ കർത്താവെ ഞങ്ങൾക്ക് അനേകരില് ഈ വെബിനാറിലൂടെ കർത്താവെ പുതിയ പുതിയ ഉൾക്കാഴ്ചകളൊക്കെ ലഭിക്കുവാനൊക്കെ അവിടുന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കാണ് സ്തോത്രം. സകലം യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സവാസവും നമ്മെല്ലാവരുടെ കൂടിയും പ്രത്യേകിച്ച് വിൽസൺ ചെന്നനാട്ടിനോടുകൂടിയും ഇന്ന് വരെ നയിക്കും ഉണ്ടായിരിക്കും ആകട്ടെ. ആമേൻ.